ഈശോ എന്ന് പറയുമ്പം നമുക്കൊരു സ്നേഹത്തിന്റെ ഒരു ഓർമ്മയാണ്. ആ യേശുവിനെ അനുഭവിച്ചറിയണം, ആ സ്നേഹം അനുഭവിക്കണം, ആ ആനന്ദം അനുഭവിക്കണം, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതാണ് യേശു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന കാര്യങ്ങൾ. അതാണ്, ആ യേശു എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ആ യേശുവിൻ്റെ ഉള്ളിൽ എത്രത്തോളം എനിക്കാകാൻ പറ്റും. എന്നിട്ട് ഞാൻ പതുക്കെ അങ്ങ് മറഞ്ഞിട്ട് ഈശോ ഇങ്ങനെ പുറത്തു വന്നാൽ എത്ര നല്ലതായിരുന്നു. ഇപ്പം എല്ലാവർക്കും ചോദ്യം, ഹൗ ഡു യു ഫൈൻഡ് ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തേണ്ടത്? മനുഷ്യന്റെ ബേസിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. അതെ. അപ്പൊ നമ്മൾ ഈ ദൈവം എവിടാന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. എനിക്കിപ്പോ പറയാൻ തോന്നുന്നത്, ഒരു ബുക്കിനകത്ത്, ഈ ബുക്കിനകത്ത് നോക്കിയാൽ നമ്മളൊരു കളറുള്ള കവർ പേജ് ഉണ്ട്, ഒരു പടമുണ്ട്, ടൈറ്റിലുണ്ട്, തുറന്ന വെള്ള പേപ്പർ, അക്ഷരങ്ങൾ ഏറ്റവും ബാക്കിലും. പക്ഷേ ഈ പുസ്തകം മുഴുവൻ കാണാത്തൊരു കാര്യമുണ്ട്, അത് ഇതിനകത്ത് ആശയമാണ്. ദൈവഭയം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നത് ഒരു സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു വികാരമാണ്. അപ്പന് മകനോട് മകളോട് ഭയങ്കര സ്നേഹമാണ്. ഈ അപ്പൻ്റെ പൊരിഞ്ഞ സ്നേഹത്തെക്കുറിച്ച് ഈ മകനും മകളും നല്ല ബോധ്യമുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്തെന്നറിഞ്ഞാൽ അപ്പനൊന്നും മിണ്ടത്തില്ല. അപ്പന് പിന്നെയും ഈ മോളെ വഴക്ക് പറയാനായിട്ട്, മകനെ വഴക്ക് പറയാനായിട്ട് അപ്പന് സങ്കടമാണ്. ഞാൻ വല്ലതും പറഞ്ഞ ഒന്നാമത് അവള് തെറ്റ് ചെയ്ത്, ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകും. എന്നിട്ട് ഈ അപ്പൻ മിണ്ടാൻ നടക്കും. ഈ അപ്പനെ വല്ലാത്ത പേടിയായിരിക്കും മക്കൾക്ക്. എന്താണ്, ഞാനൊരു തെറ്റ് ചെയ്താൽ അപ്പൻ ചിലപ്പോൾ അകത്ത് പോയിരുന്ന കരയും, അപ്പൻ്റെ സങ്കടം വലുതായിരിക്കും. ഈ അപ്പൻ്റെ അടുത്ത് ഈ അപ്പനുള്ളതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യത്തില്ല. തിന്മ ചെയ്യാതിരിക്കാനുള്ളൊരു ഭയമാണ് ദൈവഭയം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് ക്രിസ്മസ് ആണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു മാസം കൂടെയാണ് ക്രിസ്മസ്. ഇതെൻ്റെ ഒരു സെക്കൻഡ് സ്പിരിച്വൽ ഒരു പോഡ്കാസ്റ്റാണ്. ഞാൻ ജിൻസച്ചനെ ചെയ്തപ്പം ഒരുപാട് പേര് കമൻസും ഒരുപാട് പേര് സ്നേഹ സന്ദേശമായിട്ട് എനിക്ക് ഒരുപാട് പ്രീസ്റ്റുകളുടെ പേരുകൾ സജഷൻ ചെയ്ത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും സജസ്റ്റ് ചെയ്ത ഒരു പ്രീസ്റ്റിനെയാണ് ഞാൻ ഈ ഒരു ക്രിസ്മസ് മാസം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെയും നമ്മുടെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫാദർ ഡാനി കപ്പിച്ചിൻ. നമസ്കാരം ഫാദർ, വെൽക്കം ടു മൈ ഷോ. സുഖമായിട്ടിരിക്കുന്നു? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതെൻ്റെ ഒരു സെക്കൻഡ് സ്പിരിച്വൽ പോഡ്കാസ്റ്റ് ആണ്. എനിക്ക് എന്താ പറയുക, സ്പിരിച്വൽ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാൻ പാകത്തിനുള്ളൊരു പക്വതയും ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചായിരുന്നു ആദ്യം ഞാൻ ജിൻസച്ചൻ്റെ പോഡ്കാസ്റ്റ് എടുത്തത്. അതിനുശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജസും എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലുള്ളവരെ കേൾക്കാൻ ഈ ലോകമെമ്പാടും ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയത് ആ ഒരു പോഡ്കാസ്റ്റിന് ശേഷമാണ്. അപ്പം അച്ഛൻ എൻ്റെ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്കറിയാം, ക്രിസ്മസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസംബർ മാസം പൊതുവെ എല്ലാ അച്ഛന്മാർക്കും ഭയങ്കര തിരക്കായിരിക്കും. കാരണം ധ്യാനങ്ങളുണ്ടാവും അല്ലേ. ഒരു ഡിസംബർ 25 ആഘോഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പം തിരക്കുകളൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ഡിസംബർ മാസം? സാധാരണയുള്ള തിരക്കുകളൊക്കെ നമുക്ക് പള്ളിയിൽ ഒരുപാട് കുമ്പസാരങ്ങളും കാര്യങ്ങളും, പിന്നെ വേറൊരു പ്രധാനപ്പെട്ട തരം എല്ലാ സ്കൂളിലും കോളേജിലൊക്കെ ക്രിസ്മസ് മെസ്സേജ്. ഈ ആഘോഷ പരിപാടികളുടെ ഇടയ്ക്ക് ഒരു ആഘോഷം ആയിട്ട് തന്നെ ഒരു മെസ്സേജ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഇങ്ങനെ ഈ ദിവസങ്ങളിൽ നടക്കുന്നതാണ്. ഇതും അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് മെസ്സേജ് കിട്ടാനും ഒക്കെ ഉള്ള, അതുകൊണ്ട് അതിനിടയ്ക്ക് ഇതിന് സമയം കണ്ടുപിടിക്കുന്ന സന്തോഷമായിട്ട് തന്നെ ചെയ്ത. അപ്പം ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടാണല്ലോ അച്ഛൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനോട് ഫസ്റ്റ് തൊട്ടല്ലേ അച്ഛനാകുന്നതിന്റെ ആ ഒരു ചോദ്യം നമുക്ക് അങ്ങ് ചോദിച്ച് അങ്ങ് വരാം. അപ്പം ദൈവവിളി എന്നുള്ള വാക്ക് ഞാൻ ജിൻസ് അച്ഛനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛന് ആ ഒരു വിളി, അല്ലെങ്കിൽ ഇങ്ങനെ ഇതാണ് എൻ്റെ വേ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പാത്ത് എന്ന് തോന്നിയ ആ ഒരു കാലഘട്ടം ഏതായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് 15 വയസ്സിലൊക്കെയാണ് അച്ഛനാകാനായിട്ട് പോകുന്നത്. എനിക്ക് ആ സമയത്തൊന്നും അങ്ങനൊരു തോന്നലൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ചിലപ്പോൾ ഇല്ല കഥകളിലൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ചെറുപ്പത്തിലെ ഇങ്ങനെ അച്ഛനാകണമെന്നൊരു മോഹത്തിൽ അല്ലെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കുട്ടിക്കളി പോലും കുർബാന ചൊല്ലിയായിരുന്നു. അങ്ങനെയൊന്നും എനിക്കും അല്ല.
നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അച്ഛനാകണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴാണ് അതിനിടയ്ക്ക് ഇത്തിരി ബൈബിളൊക്കെ ഒന്ന് കുറച്ച് പരിചയപ്പെട്ടു. ഓക്കെ. 1-2 ധ്യാനമൊക്കെ കൂടിയപ്പോൾ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളോട് ആ, ഈശോ എന്ന് പറയുന്ന ഒരു ഹീറോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എമർജ് ചെയ്ത് വരാൻ ആ, തുടങ്ങി. അതെ അതെ. കൊള്ളാമല്ലോ ഈ പുള്ളി ആ, എന്നുള്ളത്. ആ, അപ്പോൾ അതിനെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മൾ ആദ്യം ഒരു നോളജിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, ആ, പക്ഷേ കൊള്ളാം. ആ. അങ്ങനെ ചിന്തിച്ച് വന്നു ഒരു ഘട്ടം എത്തുമ്പം നമുക്ക് തോന്നിയതാണ്. ഉം, ഉം, അപ്പോൾ അതിന് നമ്മൾ പുറത്തൊന്നും നടക്കുന്ന അത്ഭുതമല്ല, ഒരു വലിയ അത്ഭുതം നമ്മുടെ ഉള്ളിൽ നടക്കുന്നു. ആ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ വീടും വീട്ടുകാരെയും എല്ലാം ഒക്കെ കളഞ്ഞിട്ട് പോകുന്ന ഏറ്റവും ദുഃഖകരമായ കാര്യം ഓർക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ പിള്ളേർക്ക് സൈക്കോ എന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും, അതെ ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അതെ അതെ. എന്ന് കാരണം ഏറ്റവും ആ, ദുഃഖം ഒക്കെ തോന്നേണ്ട കാര്യത്തിൽ ഒരാൾക്ക് നേരെ തിരിച്ചു തോന്നും. ഉം, 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 അത് നമ്മുടെ ഉള്ളിൽ ആത്മാവ് പ്രവർത്തിക്കുന്ന. ഉം, ഈ ഇപ്പം നമ്മൾ പറയുന്ന കണക്ക് ചിലപ്പോൾ ആൾക്കാർ പറയും, ഓ നിങ്ങൾ ത്യാഗമുള്ള ജീവിതമാണെന്ന്. ത്യാഗം ഒന്നുമില്ല ഉം. എന്ന് പറയാൻ നമുക്ക് ദൈവം സന്തോഷം തരുന്നതുകൊണ്ട് പോകുന്ന ജീവിതമാണ്. അതെ 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 അതെ. ആ, ഞാനതെ പലരും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ്, അല്ലെങ്കിൽ അച്ഛന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ കന്യാസ്ത്രീ ഭയങ്കര ത്യാഗം ചെയ്തതാണ്. അല്ലെങ്കിൽ അവർക്ക് വീടായിട്ട് യാതൊരുവിധ ബന്ധമില്ല, മരിക്കുന്നവരെ അവർക്ക് യാതൊരുവിധ ടച്ചും ഇല്ല. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഭയങ്കര ഓ അങ്ങനെയാണല്ലേ. അപ്പം സത്യത്തിൽ അതൊരു ത്യാഗമായിട്ട് അല്ല, അച്ഛന്മാർ. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ കണക്ക് മരിക്കുന്നവരെ അങ്ങനെ ഒരു ബന്ധവും ടച്ചും ഒന്നും ഇല്ലെന്ന് പറയുന്നത് ഒരു പണ്ടത്തെ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഓക്കെ. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് പോവുകയും വരികയൊക്കെ ചെയ്യാം. ഓക്കെ. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരു കുടുംബം ഉപേക്ഷിക്കുന്നു, മറ്റൊരു കുടുംബം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ ഉപേക്ഷിക്കുന്നു. ഉം, ഉം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മറ്റു പുറത്തു നിന്ന് കാണുമ്പം അച്ഛന്മാർ ഭയങ്കര ത്യാഗോജ്ജലമായ ജീവിതം ഉം, ഉം, ഉം. കേൾക്കുമ്പോൾ ഒരു പക്ഷേ ത്യാഗോജ്ജലം അല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതെ. എന്ന് പറഞ്ഞാൽ ഇത് ദൈവം നയിക്കുന്നതാ. ഉം, ആരാണ് ഇത്ര ത്യാഗപ്പെട്ടൊക്കെ ചെയ്യാൻ പോകുന്നത്? അതെ അതെ. ഈ സെമിനാരി വന്നിട്ട് അത്രയ്ക്ക് ത്യാഗം സഹിക്കാൻ വയ്യാതൊക്കെ വരുമ്പോൾ ആൾക്കാർ വിട്ടുപോകത്തേ ഉള്ളൂ. ഉം, 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 ഉം. അപ്പോൾ ഇതിൻ്റെ ഹോൾ ക്രെഡിറ്റ് യേശുവിന് ഉം, ഒക്കെ തന്നെ കൊടുക്കുന്നതാണല്ലോ, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്. ഉം, നമുക്കിതൊക്കെ ഒരു സന്തോഷമായിട്ട് തോന്നും. നിങ്ങൾക്കറിയാം, സെമിനാരി നമ്മൾ നിൽക്കുമ്പം ഉം. നമ്മൾ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ കാണിക്കും. ഉം, ഉം. അപ്പം നമ്മുടെ ടെൻഷൻ എന്നെ എങ്ങാനും പറഞ്ഞു വിടുമോ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിന് താല്പര്യമില്ലാത്തവരാണെങ്കിലോ ആ. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്ന് ചിന്തിക്കും. ആ, ഓക്കെ ഓക്കെ ആ മനസ്സിലായി. അപ്പം അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നുന്നു. ഉം, ഇങ്ങനെ അച്ഛനാകാൻ പോകണം, ഉം, ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകണമെന്ന് പറയുമ്പം ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷം, ഉം, 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 അത് കിട്ടുമ്പോൾ സന്തോഷം. ഉം, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ, നമുക്ക് ലോക കിട്ടുന്നു, ഉം, അതിന് സന്തോഷം. ഉം. പ്രൊഫഷൻ ആകുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം കുരുങ്ങി പോവുകയാണ്. ആ, കുരുങ്ങി എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തെ ലോകത്ത് നിന്ന് നമ്മൾ വേറെടുത്തോട്ട് ആ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒതുങ്ങി, പക്ഷെ അതിൽ നമുക്ക് സന്തോഷം തോന്നുന്നു. അതെ അതെ. അതാണ് ഉള്ളിൽ നടക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ അത്ഭുതം. പശ്ചാത്തലത്തിൽ. അല്ലാതെ പറയാൻ ഒരുപാട് കഥകളുടെ അത്ഭുതങ്ങൾ ഇല്ല. ഒന്നുമില്ല. ഇപ്പൊ സാധാരണ എല്ലാവരും അച്ഛനാകാൻ പോകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. ആ, പൊതുവെ എല്ലാവരും സെമിനാരി ചേരുന്നു, അത് കഴിഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ നിർത്തിയിട്ട് വരുന്നു എന്നാണ്. അച്ഛനെന്ന് വെച്ചാൽ ഡിഗ്രി കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു യൂത്തിന്റെ ഏറ്റവും വലിയ സുവർണ്ണ കാലഘട്ടം, അല്ലെങ്കിൽ തിളങ്ങി പല കുരുത്തക്കേടുകൾ കാണിക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ട് സെമിനാരി ചേരുന്നത്. അപ്പം അതെങ്ങനെ നോക്കി, ഏത് ഇയർ ആയിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അച്ഛൻ? അപ്പം ആ സ്കൂള് +1 +2 അല്ലെങ്കിൽ ഡിഗ്രിയുടെ ഒക്കെ സമയത്ത് ഫുൾ ബൈബിളായിട്ട് വായിച്ച് ഭയങ്കര പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു അച്ഛൻ? അല്ല, ഉം. ഞായറാഴ്ച പള്ളിയിൽ പോവും, ആ. അത്രയൊക്കെ ഉള്ളു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ റൂട്ടിൽ കൂടെ ഞാൻ പ്രീ ഡിഗ്രിയും ഉം. ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇച്ചിരി മിമിക്രി പരിപാടികൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നടന്നത്. ഓക്കെ ഓക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ധ്യാനവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചെന്ന് പെട്ടു എന്ന് ഉം, ഉള്ളതാണ്. ഉം, ഉം, ഉം. അല്ല, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ പോയതല്ല, ഇല്ല. എല്ലാത്തിൻ്റെയും കൂടെ. പക്ഷെ ഓക്കെ. അങ്ങനെ പോകുമ്പോൾ ഉം, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം കളഞ്ഞിട്ട് ഉം, പോകാൻ, ഉം, 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 ഉം. ഇതെല്ലാം കളഞ്ഞിട്ട് പോകാനുള്ള ഒരു സന്തോഷം ഇതിനകത്ത് കിട്ടി. ഉം, 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 ഉം. മനസ്സിലായി ആ, മനസ്സിലായി. അല്ലാതെ പലരും പറയുന്നത് കണക്ക് ഇങ്ങനെ അതിനു വേണ്ടി കൊച്ചിലെ തയ്യാറായി നിന്ന ഒരു കഥ പറയാൻ എനിക്കില്ല. ഇല്ല. പറയാൻ ഓക്കെ. ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു, പറയാമായിരുന്നു. ഈ ഡിഗ്രി സമയത്ത് തോന്നിയപ്പോൾ അച്ഛൻ ആദ്യമായിട്ട് ഷെയർ ചെയ്തത് ആരോടാണ്? എനിക്കിങ്ങനെ ഒരു സംഭവം മനസ്സിൽ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ സംതിങ് അത്ഭുതം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ആരോടാ ആദ്യം ഷെയർ ചെയ്തത്? ആരോടും പറഞ്ഞില്ല എന്നാ തോന്നുന്നത്. പോകാൻ സമയമായി 2-3 ദിവസത്തിന് മുമ്പ് വീട്ടിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ആ. അപ്പം വീട്ടിലൊന്ന്
ഇതെന്താണ് ഏ. എന്ന് ചിന്തിച്ചു എന്നല്ലാതെ, ആ, 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 ഓക്കെ. അല്ലാതെ ആരോടും പറഞ്ഞില്ല. ഓക്കെ. നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു അച്ഛന്മാരോട് ഉം, ഉം. ഒക്കെയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. ചർച്ച ചെയ്തത്. അപ്പൊ വീട്ടിലൊന്നും ആരും അറിയുന്നില്ല, നമ്മുടെ കൂട്ടുകാരും ഒന്നും അതിനെക്കുറിച്ച് അറിയുന്നില്ല. ഉം, 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 അപ്പൊ ഉം. നമ്മള് ഇങ്ങനെ രഹസ്യത്തിൽ നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. അതെ, അതെ. അപ്പൊ ഇങ്ങനെ അച്ഛന്മാരോടൊക്കെ ചർച്ച ചെയ്തു. ഉം, ഉം, ഉം. എന്നിട്ട് അതിന് ക്യാമ്പൊക്കെ ഉണ്ട്. ആ ഓക്കെ. ക്യാമ്പിനൊക്കെ പോയി അറ്റൻഡ് ചെയ്തു. ഓക്കെ. അപ്പൊ അതെല്ലാം കൂടെ കഴിഞ്ഞ് കിട്ടി, ഉം. എന്നെ സെലക്ട് ചെയ്തു എന്നറിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഓക്കെ. അങ്ങനെ ക്യാമ്പൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ് ഉണ്ടല്ലേ ഉണ്ട്. നമ്മൾ വൈദികന്? ചെല്ലുന്നവരെല്ലാരും എടുക്കത്തൊന്നുമില്ല. ഇപ്പൊ ഓക്കെ. നമ്മൾ സാധാരണ ഇങ്ങനെ കേൾക്കും, ആ. നേർച്ച നേർന്ന് അച്ഛനാകാൻ പോയെന്നൊക്കെ. ആ, 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 ആ. അകത്ത് ചെല്ലുമ്പോൾ അറിയാം, ആ. സ്കൂളിൽ അഡ്മിഷനും കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിനെക്കാട്ടി വലിയ പാടാ ഇത്. ഓ! ആ അല്ലാതെ ഈ 10th കഴിഞ്ഞിട്ട് പോയി അങ്ങനെ ഇത്രയും നാളിരുന്ന് പഠിച്ച് അങ്ങനെ അങ്ങനെയല്ല അല്ലേ അതിന് പ്രോസസ്സ്? മുമ്പ് ഒരു കോഴ്സ്, ഒരു ക്യാമ്പുണ്ട്. ഓക്കെ. ക്യാമ്പിൽ സെലക്ട് ചെയ്യപ്പെടുന്നവരെ എടുക്കത്തുള്ളൂ. ഓക്കെ, ഓക്കെ. എടുത്തു കഴിഞ്ഞാൽ ഈ 13 വർഷം പഠിക്കുമ്പം ഉം. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരുപാട് അച്ഛന്മാരെ ആവശ്യമുള്ളതുകൊണ്ട് ഇവരെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക എന്നാ. ആ. അങ്ങനല്ല. ആ. അവിടെ നിൽക്കുന്നവർ പിടിച്ചു നിൽക്കാൻ പാടുപെടുക. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോൾ ഇവാലുവേഷൻ നടത്തി പറ്റാത്തവരെ പറഞ്ഞു വിടും. ഓ! ഓക്കെ. ഓരോ വർഷവും ഇവാലുവേഷൻ ഉണ്ട്. ആ. വർഷത്തിൽ 1ഉം 2ഉം വട്ടമൊക്കെ ഇവാലുവേഷൻ ഉണ്ട്. ഓക്കെ, ഓക്കെ. കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ അവസരം കൊടുക്കും. ഓക്കെ. അവൻ ആഗ്രഹമുണ്ട്, അച്ഛനാകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ചിരി കുരുത്തക്കേടുണ്ട്, കുഴപ്പമില്ല. ഉം, 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 ഉം. അങ്ങനെ നോക്കി ഇവാലുവേഷൻ നടത്തി പറഞ്ഞു വിടും. സ്വന്തമായിട്ട് ചോദിച്ചു പോകുന്നവരുണ്ടാകും. ഓക്കെ. നമ്മളെപ്പോഴും പുറത്തുനിന്ന് കഥ കേൾക്കുന്ന കഥകൾ, ആ ഉം. കാലം മാറി വരുന്നു. എന്നാലും ഇപ്പോഴും ഉണ്ട്, വീട്ടുകാരെന്തോ നേർച്ച നേർന്ന് കാണുന്നു. ഉം, 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 ഉം. അങ്ങനെ ആർക്കെങ്കിലും ആകാൻ പറ്റും? ഈ 13 വർഷത്തിലെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ 13 വർഷം എന്ന് പറഞ്ഞാൽ? പഠിക്കാനും ചിന്തിക്കാനും അച്ഛനാകാനും മാത്രമല്ല. ഇപ്പം എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, അച്ഛന്മാർക്ക് അങ്ങനെ ഉത്തരവാദിത്തങ്ങളില്ല, കുടുംബം കല്യാണം കഴിക്കണ്ട, മക്കളില്ല, അങ്ങനെ പള്ളിക്കാര്യങ്ങൾ നോക്കുക, ഇത് അപ്പൊ എന്തിനാ സങ്കടം വരണം, അച്ഛന്മാർക്ക് അങ്ങനെ സങ്കടം വരുമോ, അവർക്ക് സങ്കടപ്പെടാൻ റീസൺസ് ഒന്നും ഇല്ല എന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ടോ, അവരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് മാത്രം സങ്കടപ്പെട്ടാൽ പോരെ? ഞങ്ങൾക്ക് എല്ലാ കുടുംബങ്ങളും ഓർത്ത് സങ്കടപ്പെടണ്ടേ? ആത്മാർത്ഥമായിട്ടൊരു അച്ഛൻ ജീവിച്ചാൽ ഉം. അയാൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? സങ്കടമില്ലാത്തൊരു ജീവിതം ജീവിക്കാനല്ലല്ലോ. ഉം. യേശുക്രിസ്തു കുരിശിൽ മരിച്ച എന്തിനാണ്? അദ്ദേഹം വിവാഹിതനല്ലായിരുന്നു, ഒരു കുടുംബമില്ലായിരുന്നു. എന്നിട്ടും കുരിശിൽ മരിച്ച എന്താണ്? എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ജീവിച്ചതും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരു സ്വന്തം കൃത്യമായ നിലപാടെടുത്ത്, ഉം, ഉം, ആ നിലപാടിൻ്റെ പേരിൽ കുരിശിൽ മരിക്കുമെന്ന് പറഞ്ഞാലും മാറ്റമില്ല. ഉം, അങ്ങനെ എല്ലാവർക്കും വേണ്ടി സങ്കടം ഏറ്റെടുത്തുകൊണ്ടാണ് ഈശോ മരിച്ചത്. ഉം, 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 അപ്പം ഒരു വൈദികൻ വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ഭാഗമായിട്ട് വൈദികനാകാം. ഉം, ആയിക്കഴിഞ്ഞ്, അങ്ങനെ ആകാമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ആയിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആരുടെയും ജീവിതത്തിൽ ബന്ധപ്പെടാതെ, ആരുടെയും ജീവിതമായിട്ട് ബന്ധമില്ലാതെ ഒരാൾക്ക് മാറി സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന പലരും ഉണ്ടാകാം. ഉം, 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 സങ്കടങ്ങൾ, പിന്നെ അവരുടെ സങ്കടങ്ങൾ അവരുടെ ശാരീരികമായ രോഗവും പ്രശ്നങ്ങളൊക്കെ ഉള്ളു, ഉം. ഒരു കുടുംബത്തിൻ്റെത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ലോകത്തെല്ലാവരെയും സ്നേഹിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ പരിചയപ്പെടുന്നവരുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടേതായി മാറും. ഉം. അത് നമ്മുടെ ഒരു ആത്മീയതയുടെ ഭാഗമാണ്. അപ്പോൾ അത് തെറ്റാണ് അച്ഛന്മാർക്ക് സുഖജീവിതമാണല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഉം. ആ ജീവിതം തന്നെ ഇങ്ങനെ വന്നേക്കുന്നത് എന്തിനാണ്? ഈ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഒരു തമാശ ഓർമ്മ വരുന്നതാണ്. ഒരു ദിവസം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അമ്മയും 15 വയസ്സുള്ള പയ്യനും ഉണ്ട്. ഉം. എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയാണ്. അതുകൊണ്ട് ചോദിച്ചു, രാവിലെ എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ആശ്രമത്തിൽ? ഞാൻ പറഞ്ഞു 7 മണിക്ക്. രാവിലെ 7 മണിക്ക് നിങ്ങളങ്ങ് കഴിക്കും, എന്ത് സുഖമാണ് നിങ്ങളുടെ ജീവിതം. ഞങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചെങ്കിലായി, കാരണം പിള്ളേരെ സ്കൂളിൽ വിടണം, ജോലിക്ക് പോകണം. ഉച്ചയ്ക്ക് എത്ര മണിക്കാണ് ലഞ്ച്? 12:30. 12:30 കഴിക്കൂ. ഇങ്ങനെ ഞങ്ങളുടെ സുഖജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം പറഞ്ഞ്, നിങ്ങൾക്ക് ജോലിക്കൊന്നും പോകണ്ടല്ലേ, അപ്പുറത്ത് വീട്ടിൽ പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് ഇരുന്ന് PSC ടെസ്റ്റിന് വേണ്ടി പഠിക്കുക, നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, എന്തൊരു സുഖജീവിതം. ഞാൻ എല്ലാം സമ്മതിച്ച്. എന്നിട്ട് അവസാനം ചോദിച്ച്, ഇവനെയും കൂടെ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. അപ്പം എന്തിനാ? ഞാൻ പറഞ്ഞു, സുഖിക്കാൻ. അയ്യോ വേണ്ട അച്ഛാ, കിളിന്ത് മനസ്സാ, കട്ടി കാര്യങ്ങളൊന്നും പറയരുതേന്ന്. ഒരു മോനേ ഉള്ളു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആകപ്പാട് ഒരു മകനേ ഉള്ളു, അവൻ സുഖമായിട്ട് ജീവിക്കുന്ന ഇഷ്ടമല്ല, അവനെ ദുഃഖിപ്പിക്കാൻ വെച്ചേക്കാണ്. ഇത്രയും നേരം സുഖത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വന്തം മോനെ എന്താ വിടാത്തത്? അപ്പൊ ഈ ആൾക്കാർക്കെല്ലാം അറിയാം, അച്ഛന്മാർ സുഖജീവിതം എന്ന് പറയുന്നെങ്കിലും എത്ര മക്കള് അച്ഛന്മാരാകാനായിട്ട് വീട്ടുകാർ വിടുന്നു. അപ്പൊ അവർക്കറിയാം ഇവര് സുഖിക്കുന്നത് എന്തുകൊണ്ടാണ്. ഇവര് എല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു
സുഖമാണ്. ഒരു ദുഃഖവും ഇവരെ അടിമപ്പെടുത്തി വീഴ്ത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ സുഖം. ദുഃഖമില്ലെന്നോ സങ്കടമില്ലെന്നോ മറ്റുള്ളവരുടെ ജീവിതങ്ങളും കഷ്ടപ്പാടുകളും അവരെ ബാധിക്കുന്നില്ലെന്നോ ഉള്ളതല്ല. മറിച്ച് ഇതിലൊന്നും അവർ അടിമപ്പെട്ട് വീഴുന്നില്ല. ഒരു ക്രിസ്തുവിൻ്റെ ശക്തിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ എനിക്ക് പിന്നെ ഡൗട്ട്, ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ ഇപ്പം എന്നെയൊക്കെ ഈ അമ്മച്ചിയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ഫോഴ്സ് ചെയ്തോണ്ടിരുന്നത്. പ്രാർത്ഥിക്ക് അല്ലെങ്കിൽ ഇന്നൊരു ടൈം ആകുമ്പോൾ, അല്ലെങ്കിൽ സൺഡേ ഇച്ചിരി നേരം നമ്മളിങ്ങനെ കിടക്കും, നമുക്കൊക്കെ അപ്പം ഈ അമ്മച്ചി എന്തിങ്ങനെ ഈ ഭയങ്കര ഫോഴ്സിങ് ആണ് പിള്ളേർക്ക്. പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സൺഡേ പോവുക, അങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമാണോ പ്രാർത്ഥന? ഒറ്റവാക്കി പറഞ്ഞ അല്ല, അതിലേക്ക് അവരെ ഗൈഡ് ചെയ്യണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എല്ലാ മാതാപിതാക്കൾക്കും പറ്റുന്നൊരു കാര്യം, അല്ലെങ്കിൽ അച്ഛന്മാർക്കും ഒക്കെ പറ്റുന്നത്, അവർക്കൊരു സ്പിരിച്വാലിറ്റി അത് മൊത്തം മറ്റൊരാളുടെ തലവഴിയെ ചൊരിഞ്ഞിടുക. അവരതിനെ സ്വമേധയാ ഉൾക്കൊള്ളാനുള്ളൊരു പരുവാകുന്നതിന് മുമ്പേ തന്നെ അപ്പം അവർക്കതൊരു മൊണോട്ടണസ് പരിപാടിയായിട്ട് ഭാരപ്പെടുന്നതായിട്ട് മാറും. ഇപ്പം ഞാൻ കാണുന്നത് എല്ലാ മാതാപിതാക്കളും വീട്ടിലെ പ്രശ്നമാണ്. അമ്മ മുട്ടുമേ നിന്ന് അരമണിക്കൂർ പ്രാർത്ഥിക്കുമെങ്കിൽ അതുപോലെ മക്കളും മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കണം. ഈ അമ്മ ഒരുപക്ഷെ ചിന്തിക്കുന്നില്ല കൊച്ചുനാളിൽ അമ്മയ്ക്ക് എന്ത് മടിയായിരുന്നു. അപ്പം ഇത് അമ്മയ്ക്കിപ്പോൾ ജീവിതാനുഭവങ്ങൾ കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ആ പ്രാർത്ഥനയെക്കുറിച്ച് അമ്മയ്ക്കൊരു സ്പിരിറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, ഇച്ചിരി ത്യാഗം ചെയ്യാനൊക്കെ മനസ്സുണ്ട്. പക്ഷെ നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു ക്രിസ്മസ് സീസണിൽ നിന്നല്ലേ സംസാരിക്കുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നെന്നാ, അവരുടെ കുറവുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ ഇറങ്ങി വന്നതാ. അപ്പം മറ്റുള്ളവരിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു ആത്മീയത നമുക്കുണ്ടാകണം. ആ കൊച്ചു പയ്യനാണ്, അല്ലെങ്കിൽ അവള് കൊച്ചു കുട്ടിയാണ്. അപ്പം ഈ അമ്മമാരും അപ്പന്മാര് പിന്നെ പൊതുവെ ഇച്ചിരി ബാക്ക് അടിക്കും. അമ്മമാര് ഈ മുഴുവൻ പ്രാർത്ഥനയെ അവരെ കൊണ്ട് അവർക്ക് ഇത്ര റിലാക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അവരിതിനെ ഇഷ്ടപ്പെടട്ടെ. എന്നിട്ട് ഈ എക്സ്ട്രാ ടൈം അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പിള്ളേർ കാണട്ടെ. അപ്പം പിള്ളേർക്ക് തോന്നും, അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അമ്മ പിന്നെയും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന്. ഇത് അമ്മയുടെ ഒരു കുറച്ചൊരു അധികാരം. അമ്മ ചെയ്യുന്നതെല്ലാം മക്കൾ ചെയ്യണം. അത്രേ ഉള്ളൂ. അങ്ങനെ പിള്ളേർക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു. അപ്പം അവർക്ക് രക്ഷപ്പെടാനുള്ള പ്രായമാകുമ്പം അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. പിന്നെ പൊതുവേ നമ്മൾ കണ്ടേക്കണേ ഫോഴ്സ് ചെയ്യുന്നതിന് ഉപരി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ കണ്ടോ ഇത് സംഭവിച്ചില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, രക്ഷപ്പെടത്തില്ല പ്രാർത്ഥിച്ചില്ലെങ്കിൽ, പ്രാർത്ഥിക്കാത്തതുകൊണ്ടാ ഇത് വന്നത്, പ്രാർത്ഥിക്കാത്തതുകൊണ്ടാ അത് വന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊരു ഭയങ്കര ഭയമാണ്. അയ്യോ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒരു ഭയത്തിലൂടെ ആ ഒരു സംഭവം നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അയ്യോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇനി വരുമോ, നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കില്ലേ, വരാതിരിക്കാൻ വേണ്ടി. അതിനെങ്ങനെയാ അച്ഛൻ നോക്കി കാണുന്നത്? ഇതിനിച്ചിടന്ന് ബ്രോഡറായിട്ട് പറഞ്ഞാൽ എല്ലാ നിരീശ്വരവാദവും ആരംഭിക്കുന്നത് വിശ്വാസികളുടെ കുടുംബത്തിൽ നിന്നാണ്. അതായത് ഇങ്ങനെയുള്ള നമ്മുടെ ശ്രദ്ധയില്ലാത്ത വാക്കുകളിൽ നിന്നാണ്. പക്ഷെ അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയത്തില്ല. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തതിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരെയാണ് ചീത്തയാകുന്നത്? ദൈവത്തെയാണ്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കാത്തവന് പണി കൊടുക്കാനും ഇരിക്കുന്ന. നമ്മൾ ഈ കഥകൾ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും കാണുന്ന ചേട്ടന്മാരെ കുറിച്ച് പറയുന്ന കണക്ക് തന്നെയാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഇത് കുട്ടികളുടെ മനസ്സിലോട്ട് അങ്ങോട്ട് കയറിപ്പോവുകയാണ് പ്രാർത്ഥിക്കാഞ്ഞിട്ട്. അവസാനം ചിന്തിച്ചു തുടങ്ങുമ്പം ഇങ്ങനൊരു ദൈവത്തെ എന്തിനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? സത്യത്തിൽ അങ്ങനെയാണോ? ഈ ഓരോ മനുഷ്യൻ്റെയും നന്മയും അവൻ്റെ പുണ്യവും നോക്കി ദൈവം സഹായിക്കാനും സ്നേഹിക്കാനും പോയാൽ പിന്നെ ദൈവം എന്താണ്? ദൈവം സ്നേഹം എന്ന് പറയുന്നത് എന്തിനാണ്, അല്ലേ? അപ്പം അങ്ങനെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹത്തേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ പ്രെയർ. ഒരാളുമായിട്ട് സംസാരിക്കുന്നു, അങ്ങനെ ആ സ്നേഹത്തിൽ വളരാൻ. നിനക്ക് ആ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകും. ദൈവം നിന്നോട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, നിന്നോട് മിണ്ടിക്കൊണ്ടിരിക്കുക, നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി നേരം ആ ഈശോയോട് സംസാരിക്കണ്ടേ, ആ ഈശോയോട് അടുത്തിരിക്കണ്ടേ, എന്നാലല്ലേ ആ സ്നേഹം ഉണ്ടാവും, എന്നാലല്ലേ നമുക്ക് ആ ബന്ധം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരമേ അതൊക്കെ പിള്ളേർക്ക് ചിന്തിക്കും എപ്പോഴെങ്കിലും, ശരിയാണല്ലോ എനിക്ക് ആ ബന്ധം പോകുന്നല്ലോ എന്ന്. അതിന് പകരം ഈ സാധാരണ കാര്യങ്ങളുമായിട്ട് കൂട്ടി കെട്ടി അതുകൊണ്ട് പിള്ളേരെ പേടിപ്പിച്ച്, ഒന്നാമത് ഇവരൊക്കെ കിട്ടാത്ത ജോലി ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നു, തോറ്റ പരീക്ഷ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നു. അങ്ങനെ ആകെ നിരാശയിലിരിക്കുമ്പോൾ അതിൻ്റെ കാരണവും കൂടെ കണ്ടുപിടിക്കുന്നത് ആരാ? ഇതിൻ്റെ പുള്ളി ആരാ?
ആ കഴിഞ്ഞ ഒരാഴ്ച ഒറ്റ ദിവസം പ്രാർത്ഥിച്ചില്ലല്ലേ, ഇപ്പൊ കണ്ട റിസൾട്ട് വന്നപ്പോ. അതെ അതെ ഏ അതെ. അപ്പൊ ഈ അമ്മയോട് ദേഷ്യം തോന്നുന്നു. അതിനേക്കാൾ കൂടുതൽ ഇതിനൊക്കെ കാരണമായ ഞാൻ ഒരാഴ്ച പള്ളിയിൽ പോകാഞ്ഞപ്പോ പണി തന്ന ഉം, ഇങ്ങേര്. ഉം, അതാ ഞാൻ പറഞ്ഞു ഈ നിരീശ്വരവാദം ആരംഭിക്കുന്ന ഇവിടുന്ന. കാരണം ദൈവത്തെക്കുറിച്ച് നമ്മൾ നമ്മുടേതായ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച അതുകൊണ്ട് നമ്മൾ നേരത്തെ പ്രാർത്ഥനയ്ക്ക് സമ്മർദ്ദം ചെലുത്തരുതെന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിനും എടുത്ത് നമ്മൾ ദൈവത്തെ ഉപയോഗിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയതിനും കിട്ടാത്തതിനും ഒക്കെ കാരണക്കാരനായിട്ട് ദൈവത്തെ എടുത്ത് ഉപയോഗിച്ച് ദൈവത്തിൻ്റെ മുഖം മക്കളുടെ മുമ്പിൽ വികൃതമാക്കരുത്. ദൈവത്തിൻ്റെ ഏറ്റവും സൗന്ദര്യവും സ്നേഹവും പ്രശാന്തവുമായൊരു മുഖം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പം അതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ അച്ഛന്മാരെ കാണുമ്പോൾ തന്നെ ഒന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു ഇച്ചിരി എതിർപ്പാണ്. നമ്മൾ ഈ ഒരു കുട്ടികളെടുത്തും ദേഷ്യത്തോടെ പെരുമാറിയിട്ടില്ല. എതിർപ്പെന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇതാണ്. ഈ കൊച്ചുനാളി പിള്ളേരെ എടുത്തുകൊണ്ട് അമ്മമാർ പള്ളിയുടെ മുറ്റത്തൊക്കെ നിൽക്കും. പിള്ളേർ കരയും. അപ്പോഴാണ് അച്ഛൻ അതിലേ പോകുന്നത്. മിണ്ടരുതേ അച്ഛനടിക്കും, വെറുതെ അച്ഛനടിക്കും. ഞങ്ങളെ ആണെങ്കിൽ ചരടും കൂടെ കാണിച്ചു കൊടുക്കും. കണ്ട ആ ചരട്, മിണ്ടരുത് അച്ഛനടിക്കും. പിള്ളേർ ഉടനെ ഇങ്ങനെ നോക്കും. ശരിയാണ്, ഒരു മനുഷ്യൻ ഒരു പണിയുമില്ലാതെ ആരെ അടിക്കണമെന്ന് നോക്കി കയറും തൂക്കി നടക്കുക. ഇത് പിള്ളേരുടെ തലയിൽ കയറി കഴിഞ്ഞാലേ ഇത് ഉപബോധ മനസ്സിൽ കിടക്കുകയല്ലേ. പിന്നെ അറിയാതൊരു നെഗറ്റീവ് ഫീലിംഗ്. പിന്നെ ഏതെങ്കിലും അച്ഛന്മാരുമായിട്ട് പരിചയപ്പെട്ട് അങ്ങനൊന്നും അല്ലെന്ന് ബോധ്യപ്പെടണം. ഒരു ബേസിക് ഫീലിംഗ് അച്ഛനടിക്കും. അതുപോലെ ഈശോ അടിക്കും, കർത്താവ് അടിക്കും, ദൈവം. അങ്ങനൊരു മുഖം കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കടമ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു മാതാപിതാക്കളൊക്കെ ദൈവഭയം എന്ന് പറഞ്ഞത് വേറെ, ഇതാണ് ഭയം എന്ന് ചെറുപ്പത്തിലെ അതല്ലല്ലോ ആക്ച്വലി. ദൈവഭയം എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് സമയം കൊടുക്കാതിരിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, അതല്ലല്ലോ ദൈവഭയം. ദൈവഭയം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നത് ഒരു സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു വികാരമാണ്. അപ്പന് മകനോട് മകളോട് ഭയങ്കര സ്നേഹമാണ്. ഈ അപ്പൻ്റെ പൊരിഞ്ഞ സ്നേഹത്തെക്കുറിച്ച് ഈ മകനും മകളും നല്ല ബോധ്യമുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്തെന്നറിഞ്ഞാൽ അപ്പനൊന്നും മിണ്ടത്തില്ല. അപ്പന് പിന്നെയും ഈ മോളെ വഴക്ക് പറയാനായിട്ട്, മകനെ വഴക്ക് പറയാനായിട്ട് അപ്പന് സങ്കടമാണ്. ഞാൻ വല്ലതും പറഞ്ഞ ഒന്നാമത് അവള് തെറ്റ് ചെയ്ത്, ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകും. എന്നിട്ട് ഈ അപ്പൻ മിണ്ടാ നടക്കും. ഈ അപ്പനെ വല്ലാത്ത പേടിയായിരിക്കും മക്കൾക്ക്. എന്താണ്, ഞാനൊരു തെറ്റ് ചെയ്താൽ അപ്പൻ ചിലപ്പോൾ അകത്ത് പോയിരുന്ന് കരയും. അപ്പൻ്റെ സങ്കടം വലുതായിരിക്കും. ഈ അപ്പൻ്റെ അടുത്ത് ഈ അപ്പനുള്ളതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യത്തില്ല. തിന്മ ചെയ്യാതിരിക്കാനുള്ളൊരു ഭയമാണ് ദൈവഭയം. അതെന്തുകൊണ്ടാണ്? ഈ തിന്മ ചെയ്താൽ എനിക്ക് ഉടനെ ഷോക്ക് അടിച്ച് എന്തെങ്കിലും സംഭവിക്കുന്നില്ല. ഇതെല്ലാം കണ്ടും കേട്ടും പിന്നെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട്. അതാണ് ഭയം. ഇപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞതിനോട് ഞാൻ കൂട്ടി യോജിക്കും. ഇപ്പോഴത്തെ കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ ഇപ്പൊ ഭയങ്കര സ്പിരിച്വൽ ആയിരിക്കാം. ഇപ്പൊ ഒരു കുടുംബം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മയൊക്കെ ഭയങ്കര പ്രാർത്ഥന, 2 നേരം പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ നോമ്പുകൾ എടുക്കുന്നു ഭയങ്കര. പക്ഷെ അവിടുത്തെ കുട്ടികൾക്ക് ഇത്ര വിശ്വാസം വരുന്നില്ല. അല്ലെങ്കിൽ ചില കുടുംബങ്ങളെടുത്ത് മാതാപിതാക്കൾ ഭയങ്കര വിശ്വാസമായിരിക്കും, പ്രാർത്ഥന, പള്ളിക്കാരൻ. പക്ഷെ കുട്ടികൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർക്ക് എന്തുകൊണ്ടാണ് കുട്ടികളെ ആ ഒരു നേർവഴി അല്ലെങ്കിൽ കറക്റ്റ് വേയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റാതിരിക്കുന്നത്, അല്ലെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ട്രെയിൻ ചെയ്യാനുള്ള ഒരുപാട് പരിശ്രമമാണ് പ്രശ്നം നമ്മുടെ വഴിയിലൂടെ. ആ കുട്ടികൾക്ക് നേരത്തെ തന്നെ ഇത് കണ്ട് ഇത് നല്ലതാണെന്ന് തോന്നിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പല വീട്ടിലും ഇപ്പൊ ഞാൻ പലപ്പോഴും ചെയ്തു, ഈ ചേച്ചി, ഈ അങ്കിളും ആന്റി എന്ത് പ്രാർത്ഥന, പക്ഷെ മക്കൾ അത്ര ഇല്ലല്ലോ, അല്ലെങ്കിൽ മക്കൾ അങ്ങനെ എതിര് നിൽക്കുന്നു, അത് എന്തുകൊണ്ടാന്നൊക്കെ എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫാമിലി കാണുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ മക്കളുടെ പ്രായം വേറെതാണ്. ഒരു പ്രായത്തിൽ അവർ ഇച്ചിരി എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാലമാണ്. അതിൻ്റെതായ സ്വാഭാവികമായ കുറവുണ്ടാകും. പക്ഷേ ഇവരുടെ മനസ്സിൽ ചെറുപ്പം മുതൽ അപ്പനും അമ്മയും പ്രാർത്ഥനാ ജീവിതം കൊണ്ടുണ്ടാക്കിയ ഒരു റിസൾട്ട് കണ്ടാൽ, അവരുടെ കുടുംബജീവിതത്തിൻ്റെ സമാധാനം, അതിൻ്റെ ഐശ്വര്യം ഒക്കെ കണ്ടാൽ അവരുടെ ഒരു മെച്യൂരിറ്റിയിൽ അതിലേക്ക് കടന്നു വരും. പക്ഷെ സാധാരണഗതി കാണുന്നതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കാര്യങ്ങളിൽ അപ്പൻ ഇത്തിരി ബാക്കായിരിക്കും. എല്ലാ കാര്യത്തിലും ഫ്രണ്ടിൽ നിന്ന് അഭിപ്രായം പറയുന്ന അപ്പൻ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ ഏറ്റവും പുറകിലത്തെ കസേരയിലിരിക്കും, അല്ലെ സിറ്റ് ഔട്ടിൽ ഇരിക്കും. ചിലർ വീടിന് പുറത്തേ പോകും. അപ്പൻ ഇത്തിരി ബാക്ക് അടിക്കും. അപ്പോൾ വീട്ടിൽ പൊതുവെ ആൺകുട്ടികൾക്കുണ്ടാകുന്ന സ്പിരിച്വാലിറ്റി ഒരു ശോഷണം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലക്ഷണം ഇതാണ്. പ്രാർത്ഥനയിൽ ഇച്ചിരി ബാക്ക് നിൽക്കുന്ന, ബാക്കി എല്ലാ കാര്യങ്ങളിലും ഫ്രണ്ട്. പക്ഷെ നമ്മളിതെല്ലാം യേശുക്രിസ്തുവിന്റെ പേരിലാണ് പറയുന്നത്, ഒരു പുരുഷനായ യേശുക്രിസ്തുവിന്റെ പേരിൽ. എന്നിട്ടും പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പൗരുഷത്വത്തിന്റെ ഭാഗമല്ല, സ്ത്രീത്വത്തിന്റെ ഭാഗമാണ് പ്രാർത്ഥനയെന്ന്
നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതൊരു പ്രശ്നമാണ്. ഇതൊരു പ്രശ്നമാണ്. കാരണം അത് അങ്ങനെ ആൺകുട്ടികളെ ബാധിക്കുന്നുണ്ട്. ഇനി അമ്മമാർ വേറൊരു ഭാഗത്തൊരു പ്രശ്നമുണ്ട്. രണ്ടുപേർക്കും ബാധകമാണ്. നമ്മളിങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റണം. അമ്മ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ഇപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണെങ്കിലോ, അല്ലെങ്കിൽ കുറ്റം പറയുന്ന ആളാണെങ്കിലോ, ഈ പ്രാർത്ഥനയ്ക്കൊരു ഫലമില്ലെന്നും കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണത്. ഇത് രണ്ടും കുട്ടികളെ ബാധിക്കും. ഒരാൾ പ്രാർത്ഥനയ്ക്ക് താല്പര്യം കാണിക്കാത്തതും, പ്രാർത്ഥിക്കുന്ന ഒരാൾ പ്രാർത്ഥനയുടെ ഇഫക്റ്റ് വീട്ടിൽ കാണിക്കാത്തതും ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് അത് പ്രശ്നമാകും. അങ്ങനെയാണ് ഈ സ്പിരിച്വാലിറ്റി. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രായത്തിൻ്റെ സ്വാഭാവികമായുണ്ട്. അതിനെ അങ്ങനെ തന്നെ കാണണം. മറ്റൊരു കാലത്ത് ഈ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ഡിപ്പോസിറ്റുകളും, പ്രാർത്ഥനയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അവരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങും. രണ്ട്, മാതാപിതാക്കൾ ഓർക്കണം, നമ്മൾ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്, എല്ലാം ചെയ്യുന്നവരാണ്. ഇതിനനുസരിച്ചുള്ള റിസൾട്ട് മക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് അവരെ ബാധിക്കും. അതെ അതെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ പേര് ശാസ്ത്രം അല്ലെങ്കിൽ സയൻസിനെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ കോൺസെപ്റ്റ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ടും ഒരു വിശ്വാസമാണെന്നുള്ളതാണ് അതിന്റെ ബന്ധം. ഓക്കെ. നമ്മളതിനെ രണ്ട് തരത്തിൽ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും കാണുന്ന കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രമായിട്ടുണ്ട്. പക്ഷെ അതങ്ങോട്ട് പുറകോട്ട് പോകുമ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതുമൊക്കെ ആയിട്ട് രണ്ട് തരത്തിൽ ഇങ്ങനെ പിരിഞ്ഞു പോകും അല്ലേ. അവസാനം ചെന്ന് പറയും ഒരു ബിഗ് ബാങ് തിയറി. അതിനൊരു സയന്റിഫിക് ഡിസ്കവറി എന്നൊന്നുമല്ല പറയുന്നത്. അതിന് യഥാർത്ഥത്തിൽ ഒരു ഹൈപ്പോത്തസിസ്, ഒരു ഊഹാപോഹമൊക്കെയാണ്. അതും മനുഷ്യന് എത്താൻ പറ്റുന്ന ഒരു ചിന്തയ്ക്ക് എത്താൻ പറ്റുന്ന ഒരു ദൂരം അവിടെ എത്തിയെന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ പറയുന്ന ബിഗ് ബാങ് തിയറിക്ക് അപ്പുറത്തൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതല്ല. അപ്പൊ അതിനും അപ്പുറത്തോട്ട് എന്താണെന്നും അറിയത്തില്ല. അപ്പൊ ഒരു വിശ്വാസത്തിന്റെ പോയിന്റിൽ ഇങ്ങനെ ആയിരിക്കാം തുടങ്ങുന്നത്. അപ്പൊ രണ്ടിനകത്തും ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നാണ് രണ്ടും തുടങ്ങുന്നത്. പിന്നെ ഈ ശാസ്ത്രീയമായി തൊട്ടും കണ്ടും ലാബിൽ അനലൈസ് ചെയ്തും മനസ്സിലാക്കുന്ന കാര്യങ്ങളെ മാത്രം ഈ ഭൂമിയിൽ ഉള്ളു എന്ന് വിചാരിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതിനും അപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ട, നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ടാണ് അതിനെ കാണേണ്ടത്. അതിനെ നമ്മളങ്ങ് ഉപേക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ചെരുപ്പിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഒരു നിരീശ്വരവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് അയാളുടെ പ്ലാറ്റ്ഫോമിലാണ് അന്വേഷിക്കുന്നത്. ദൈവവിശ്വാസി പണ്ടേ അയാളുടെ പാദുകം ധരിച്ചാണ് നടക്കുന്നത്. ഈ രണ്ടുപേരും ഈ പാദരക്ഷ നിന്ന് മാറി ഒരു രണ്ടിൻ്റെയും നടുക്ക് നിന്ന് നിഷ്പക്ഷമായിട്ട് കാണാൻ തുടങ്ങുമ്പോഴേ എന്തെങ്കിലും മനസ്സിലാവും. ഇതെല്ലാവരും ഒരു ഫിക്സഡ് ഒരു തലത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. അവിടെ നിന്നൊന്നും മാറാൻ ആരും തയ്യാറല്ല. അപ്പം അവിടുത്തെ ശരി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടുത്തെ ശരി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ഇതിൻ്റെയൊക്കെ നടുക്കൊന്ന് നിന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പൊ വിശ്വാസം ഇല്ലാത്തവര് സയൻസിനെ മാത്രം എയ്റ്റിസ്റ്റ് അല്ലേ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്. അപ്പം അവരുന്നയിക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി അല്ലേ. നമ്മളെല്ലാവരും നടുക്ക് ഒരുപാട് ജീവിതം സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞ ഒരു അപകടമായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നതാണ്, ഈ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ല, പല മതങ്ങളും പല ദൈവങ്ങളെ അല്ലെ അവരവരുടെ ദൈവങ്ങളെ വിശ്വസിക്കുന്നു. ആ ദൈവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അത് മാറ്റിയില്ല? ദൈവത്തിന് മുൻകൂട്ടി കാണാൻ പറ്റില്ലേ? അപ്പോൾ അവിടെ ഒരുപാട് പാവങ്ങൾ ആദ്യമായിട്ട് മക്കളുടെ അടുത്തേക്ക് പോകുന്ന ഒരുപാട് അമ്മമാരപ്പന്മാരുണ്ട്, ഒരുപാട് ഫാമിലീസ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ പ്ലെയിൻ ക്രാഷ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളഞ്ഞൂടെ എന്ന് ചോദിക്കുന്നവരോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? ഇതിനകത്ത് ആദ്യം പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ദൈവവിശ്വാസിക്കും നിരീശ്വരവാദിക്കും ഒരു ദൈവസങ്കല്പമുണ്ട്. നിരീശ്വരവാദിക്കും ഉണ്ട് ഒരു ദൈവസങ്കല്പം. അതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ വരുന്നത്. ദൈവം ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനൊരു ചോദ്യത്തിന്റെ കാര്യമില്ല. അയാൾ പറയുന്നത് ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ. വിശ്വാസിയും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, ദൈവമുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ ലോകത്ത് അപകടങ്ങൾ സംഭവിക്കാൻ പാടില്ല, രോഗങ്ങൾ സംഭവിക്കാൻ പാടില്ല, മരണങ്ങൾ, എല്ലാവർക്കും എന്തെങ്കിലും ദുഃഖവും ദുരിതവും ഉണ്ടാകുമ്പോഴാണല്ലോ ഇത് ചോദിക്കുന്നത്. അപ്പോൾ ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ആദ്യം നമ്മൾ അറിയേണ്ടത്,
ഈ ദൈവം എന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ചെത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പം പിന്നെ നമ്മൾ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ പ്രവർത്തിക്കേണ്ടെന്നുള്ളൊരു ദൈവസങ്കല്പത്തിൽ നമ്മൾ ദൈവത്തെ ആദ്യം ഒന്ന് ചുരുക്കി വെച്ച്, നമ്മൾ ചിന്തിക്കുന്ന കണക്ക് ചുരുക്കി വെച്ച്, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. ആ ദൈവസങ്കല്പത്തിൽ നമ്മൾ പുറത്ത് കിടക്കണം. നമുക്കറിയത്തില്ല ദൈവം ഉണ്ടെങ്കിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്ന ഈ അപകടങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണെന്നേ ഉള്ളൂ പ്ലെയിൻ. ജനറലി പറഞ്ഞാൽ ഇതാണ് ഇല്ലേ. ഇപ്പം ആരോ പറയുന്നത് കേട്ട്, ഭൂമിയിൽ ഒരു വാഴയ്ക്കയും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് ഇനി സ്വർഗത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതേ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം നമുക്കതിന് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഇതാണ്. ഈ ഭൂമിയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, മരണങ്ങളുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തുകൊണ്ട്? അപ്പം നമുക്ക് ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കും. ഇതിനും അപ്പുറത്തൊരു നല്ലൊരു ബെറ്റർ ഓപ്ഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാനുണ്ടോ എന്ന് നോക്ക്. ഒരു ബെറ്റർ ഓപ്ഷൻ ഒന്ന് ചിന്തിച്ച് നോക്ക്. കഴിഞ്ഞ 10,000 വർഷങ്ങളായിട്ട് അപകടങ്ങളില്ല, മനുഷ്യർക്ക് രോഗങ്ങളില്ല, മരണമില്ല. കഴിഞ്ഞ 10,000 വർഷമായിട്ട് എന്ത് സംഭവിക്കുമായിരുന്നു? തല്ലിക്കൊന്നേനെ. ശരി ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയാണ്. അങ്ങനെയാണ് ഈ ലോകം. ഒരു മരം കിളിർത്താൽ അതിൻ്റെ ഇല പൊഴിയും, അത് മരം കടപുഴകും. ഒരു കാറ് വാങ്ങിച്ച് ഓടിച്ചത് അവസാനം അത് ഓടാൻ പറ്റാതെ കട്ടപ്പുറത്താകും. ഒരു മനുഷ്യനുണ്ടെങ്കിൽ മൃഗങ്ങൾക്കാണെങ്കിലും ശരീരം രോഗാതുരമാകും, വാർദ്ധക്യമുണ്ടാകും. അങ്ങനെ ഒരു തലമുറ പോകും. പുതിയ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. കുഞ്ഞുങ്ങൾ ജനിക്കും. ഇങ്ങനെ എല്ലാം മാറ്റത്തിന് വിധേയമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവമുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെയാണ്. ദൈവമുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാം, എൻ്റെ സംശയം പറയല്ല. ദൈവമുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചം ഇങ്ങനെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയല്ലാതെ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിട്ട് മറ്റെന്ത് സംഭവിക്കാമായിരുന്നു എന്ന് പറയാൻ ഈ ലോകത്തിലെ വലിയ ബുദ്ധിമാന്മാർക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്കറിയാത്തൊരു കാര്യമാണ്. അപ്പം പരമാവധി എങ്ങനെ ചിന്തിച്ചാലും ഇതേ ഉള്ളു പോസിബിലിറ്റി. ഈ ശരീരം രോഗാതുരമാകും. ഇതങ്ങോട്ട് മാറ്റി ഒന്ന് വേറൊരു മെറ്റീരിയൽ ആക്കാൻ പാടില്ലായിരുന്നു. അപ്പം അതിനെക്കാട്ടി വലിയ ഇതിനെക്കാട്ടി പ്രശ്നമായിരിക്കും. അപ്പം ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, ദൈവം ഉണ്ട് എങ്കിൽ എന്തുകൊണ്ടിങ്ങനെ? ഇങ്ങനെ അല്ലാതിരിക്കാൻ ഇതിനേക്കാൾ ബെറ്ററായിട്ടുള്ളൊരു കാര്യം പറയാൻ പറ്റിയൊരു ബുദ്ധിമാൻ ഇവിടെ ഉണ്ടോ? അങ്ങനൊരു ബുദ്ധിമാനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ബുദ്ധിക്ക് നമ്മൾ കീഴടങ്ങുന്നു. അതാണ് ദൈവവിശ്വാസം. ഈ അച്ഛൻ എങ്ങനെ യൂത്തുകളൊക്കെ ഡീൽ ചെയ്യുന്നത്? ഇപ്പം ഇങ്ങനെ ഒരുപാട് വിശ്വാസം ഇല്ലാത്ത കുറേ കുട്ടികൾ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അല്ലെങ്കിൽ സയൻസ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ശാസ്ത്രത്തേക്ക് വിശ്വസിച്ച് മുന്നോട്ടേക്ക് നീങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അവർ കണ്ടുപിടിച്ച ചോദ്യങ്ങൾക്ക് അവരുടെ കയ്യിൽ തന്നെ ഉത്തരങ്ങളും ഉണ്ടാവും. അപ്പം അത് വെച്ചിട്ടായിരിക്കും അച്ഛനെ പോലെയുള്ള വൈദികന്മാരുടെ അടുത്തൊക്കെ സമീപിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ ചോദ്യത്തിൻ്റെ മുന്നിൽ എങ്ങനെയായിരിക്കും? അങ്ങനെയുള്ളവർ വന്നിട്ടുണ്ടോ അച്ഛൻ്റെ മുന്നിൽ? എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങൾ? അല്ല, ഇതുപോലെ ഇപ്പൊ ഈ ചോദിച്ചത് യൂത്തിന്റെ ഒരു ചോദ്യമാണ്. അതെ. ഇതുപോലുള്ള എല്ലാ ചോദ്യങ്ങളും ഞാൻ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ, അച്ഛന്മാരെല്ലാം അത്തരത്തിൽ വ്യക്തിപരമായിട്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. നമ്മളൊന്നും ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിച്ച വലിയ അറിവുള്ളവരൊന്നും ആകണമെന്നില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ മതി. ഇപ്പൊ നമ്മൾ നടക്കുന്ന ധ്യാനങ്ങളും ചർച്ചകളും ഒക്കെ ചോദ്യമില്ലാത്തൊരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിലാണ്. ധ്യാനങ്ങൾ കൈയടിച്ച് പാടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അച്ഛൻ അവരുടെ കയ്യിൽ സ്റ്റാറായിട്ട് നിൽക്കുന്നു. ഇവർക്കാർക്കും ചോദ്യങ്ങളില്ല. അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ചോദ്യങ്ങളിൽ എവിടെ പോയി? ഈ ചോദ്യങ്ങൾ, കുട്ടികളുടെ ചോദ്യങ്ങൾ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഈ കുട്ടികളുടെ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതൊന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഒരു യൂത്തിൻ്റെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ പറയും, ഒരു ക്വസ്റ്റ്യൻ ആൻസർ അവർ പ്രിപ്പയർ ചെയ്യും. വെറുതെ വന്ന് ഒറ്റ പ്രസംഗം പറഞ്ഞ് പിള്ളേർ നമ്മളടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പിന്നെ ഇങ്ങനെ എന്ത് തേങ്ങയാ പറയുന്നത്? അത് നമ്മളോട് ചോദിക്കട്ടെ, അച്ഛൻ എന്ത് തേങ്ങയാ പറയുന്നത്? നമ്മളോട് തന്നെ ചോദിച്ചാലേ നമുക്ക് ഉത്തരം പറയാൻ പറ്റൂ. ഇനി നമുക്ക് ഉത്തരവില്ലെങ്കിൽ നമുക്കും ചിന്തിക്കാമല്ലോ. അത് നമുക്കെന്തിനാണ്? ഞാൻ ലോകത്തോടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണമെന്നൊരു വാശി എനിക്കില്ലല്ലോ. ഐ ഡോണ്ട് നോ.
എന്ന് പറയാമല്ലോ. ഉത്തരം നൽകാൻ പറ്റാത്ത ഒരു ചോദ്യം ആരെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ യൂത്തിന്റെ ഇടയിൽ നിന്ന്? അല്ല, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിട്ടൊന്നും ആരും വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. ആ ഓക്കെ, മുന്നോട്ടേക്ക് വരുന്നില്ല. കാരണം എല്ലാവരും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം എല്ലാരെയും കുറിച്ച് പറയുന്നത് മാതാവ് ഇതാ കർത്താവിന്റെ ദാസി. പക്ഷെ അതിനു മുമ്പ് മാതാവ് ഒരു കാര്യം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പം വളരെ സ്പിരിച്വലായ ഒരു വ്യക്തിക്ക് കൺവിൻസിങ് ആവുന്ന ഒരു ഉത്തരം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ. പിന്നെ അതിന്റെ ഒരു സയൻസ് ഒന്നും മനസ്സിലായില്ലെങ്കിലും ദൈവത്തിന് എന്തും ചെയ്യാനായിട്ട് സാധിക്കുമെന്നൊരു. അപ്പം ബൈബിളിൽ തന്നെ ചോദ്യം ചോദിച്ചാണ് തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഈ ചോദ്യങ്ങളെ ധിക്കാരമായിട്ട് കാണുന്നു, ചോദ്യങ്ങളെ അടിച്ചമർത്തുന്നു, ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. രക്ഷപ്പെടേണ്ട കാര്യമില്ല, നമുക്കറിയില്ല, അത്രേ ഉള്ളൂ. നമുക്കും ചിന്തിക്കാം. അപ്പം എല്ലാ ചോദ്യങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഓക്കെ, മുന്നോട്ടേക്ക് വരണം അല്ലേ ചോദ്യങ്ങളൊക്കെ. ഇപ്പൊ അച്ഛൻ ധ്യാനത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കുകയാണ്, പലരും ചോദിക്കുന്ന ചോദ്യം, ഈ അത്ഭുതങ്ങൾ ധ്യാനത്തിൽ മാത്രം നടക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ധ്യാനം കൂടി ഇത് സൗഖ്യമായി, രോഗശാന്തി നൽകി, അല്ലെങ്കിൽ കടബാധ്യതകൾ മാറി, ലോൺ, അങ്ങനൊക്കെ സാക്ഷ്യങ്ങളല്ലേ. ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കര ഇപ്പം ട്രെൻഡിങ് ആയതുകൊണ്ട് ഇപ്പം ധ്യാനങ്ങളിൽ നടക്കുന്ന പല അത്ഭുത സാക്ഷ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വരികയും പല രീതിയിൽ അത് എന്താ പറയുക, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ചോദ്യമാണ്, ഈ ധ്യാനം കൂടുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്? അതെന്തുകൊണ്ടാണ് അത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച നടക്കാത്തതെന്ന് അങ്ങനെ ചോദിക്കുന്നവരോടെന്ന്. അത് ശരിക്കും ഈ ധ്യാനത്തിന്റെ സ്ഥലം ഇതിനെക്കുറിച്ചുള്ളൊരു ഫോക്കസ് ലഭിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ധ്യാന കേന്ദ്രത്തിന്റെ പേരിൽ മാത്രം അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഒരു പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ ആയിരിക്കുന്ന സമയത്ത് തിരിച്ചറിയപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അത് ധ്യാന കേന്ദ്രത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാകണമെന്നില്ല. അല്ലെങ്കിൽ ധ്യാന കേന്ദ്രം ഒരു നിമിത്തവും അവിടെ വെച്ച് താൽക്കാലിക. പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ മുഴുവൻ അത്ഭുതങ്ങളാണ്. അത് അയാൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ചോദ്യം, ഞായറാഴ്ച കുർബാനയിൽ ആർക്കും ഒരു അത്ഭുതവുമില്ല, ധ്യാനത്തിലാണ് അത്ഭുതം. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ബൈബിളിലൂടെ പറഞ്ഞാൽ ധൂർത്തപുത്രന് ഒരു തിരിച്ചറിവുണ്ടായി അല്ലേ? അത് പന്നിക്കൂട്ടിൽ പന്നികളെ മേയ്ക്കുന്ന ആ സ്ഥലത്ത് വെച്ചാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ഭൃത്യന്മാർ പോലും സുഭിക്ഷമായി വസിക്കുന്നു. അപ്പോൾ അതിന് ആൾക്കാർ പറയും അവിടെ വെച്ചാണ് അയാൾക്ക് ദൈവാനുഭവം ഉണ്ടായെന്ന് പറയും. അതല്ല, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, പണ്ട് മുതലേ ഞാൻ വലിയ സ്നേഹാനുഭവത്തിലായിരുന്നു. അത് ഓർമ്മിച്ച നിമിഷമാണത്. അതുപോലെ നമ്മൾ വലിയ ദൈവാനുഭവത്തിലും അത്ഭുതത്തിലുമാണ്. ചില സമയങ്ങളിൽ നമുക്കത് ബോധ്യപ്പെടുന്നു അല്ലേ? അപ്പോൾ ബോധ്യപ്പെടാനുള്ള കാഴ്ച എപ്പോഴും, ആ ബോധ്യം ഉണ്ടെങ്കിൽ എപ്പോഴും അത്ഭുതത്തിലാണ് അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താ, 5 അപ്പം ഈശോ വർദ്ധിപ്പിച്ചത് വലിയ അത്ഭുതമായി. പക്ഷേ ഈ 5 അപ്പത്തിനകത്ത് എന്തെങ്കിലും അത്ഭുതമുണ്ടോ? പൊതുവെ അങ്ങനെ കരുതുന്നു. പക്ഷേ ഈ 5 അപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഗോതമ്പ് മണി വർദ്ധിച്ചതാണ്. അപ്പം അതും അത്ഭുതമാണ്. നമ്മൾ ഇങ്ങനെ കേട്ട കഥകൾ, ധ്യാനകേന്ദ്രത്തിൽ കേട്ടത്, ബൈബിളിൽ കേട്ടതിൽ മാത്രം മുടക്കി നിന്ന് ഈ പ്രപഞ്ചം വലിയ അത്ഭുതമാണ്. ഈശോ കണ്ട അത്ഭുതങ്ങളൊക്കെ, ഈ നമ്മൾ ആൾക്കാരൊക്കെ യേശു ചെയ്ത അത്ഭുതം കണ്ടിട്ട് ഈശോയിൽ വിശ്വസിച്ചു. ഈശോ മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ചപ്പോൾ ഈശോയുടെ മുമ്പിൽ ആരെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചോ? ഇല്ല, ബൈബിൾ നോക്കിയാൽ. പക്ഷേ ഈശോ കണ്ട അത്ഭുതം എന്താ? ആകാശത്തിലെ പക്ഷികളെ നോക്കൂ, വയലിലെ പൂക്കളെ നോക്കൂ. സോളമൻ രാജാവ് പോലും ഈ പൂവിനെ പോലെ അലങ്കൃതമായിരുന്നിട്ടില്ല. ഈ പൂവിനെ ദൈവം ഇത്ര മനോഹരമായി അലങ്കരിക്കുന്നെങ്കിൽ നിങ്ങളെ എത്രയോ അധികം സുന്ദരമാക്കും. അപ്പം യേശുക്രിസ്തു അത്ഭുതം കണ്ടത് ഒരു പക്ഷി പറന്നു പോകുന്നത് കണ്ട അത്ഭുതമാണ് അല്ലേ? നമുക്കറിയാം കടലിന് കുറുകെ പോലും ദേശാടന പക്ഷികൾ പറക്കുന്നു. പക്ഷെ നമ്മൾ ആ അത്ഭുതം കാണുന്നില്ല. നമ്മളെ അത്ഭുതം എന്ന് പറയുന്നത് ധ്യാനകേന്ദ്രത്തിൽ പറഞ്ഞ അനുഭവ സാക്ഷിയോ. ഒരു പക്ഷി പറയാണ്, ഞാനിങ്ങനെ പറന്നുകൊണ്ട് നിന്ന് എൻ്റെ ചിറക് ഒടിഞ്ഞു പോയി, ഞാൻ ഒരു കുഴി വീണ്, എല്ലാവരും പറഞ്ഞ് പറക്കത്തില്ലെന്ന്. 10 ദിവസം കഴിഞ്ഞപ്പം ഞാൻ പറന്നു. അത്ഭുതം ആയിക്കോട്ടെ, പക്ഷേ ചിറക് കുഴയാതെ ഒരു കടൽ മുറിച്ച് കടന്നതുപോലെ അത്ഭുതമൊന്നും നമ്മൾ കാണാത്ത നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. ഈ കാഴ്ചയുടെ പ്രശ്നമുള്ളവരാണ് ധ്യാനകേന്ദ്രത്തിൽ മാത്രമായിട്ട് അത്ഭുതത്തെ ഒതുക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്ത് നടക്കുന്നത് എല്ലാം അത്ഭുതമാണ്. അത് കാണണം. ഗോഡ് എക്സ്പീരിയൻസ് ഇസ് നോട്ട് ടു ബി മെയ്ഡ് ബട്ട് ടു ബി ഡിസ്കവേർഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അച്ഛൻ ഒരു മൂവി സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ്. വരയൻ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. സിജു ചേട്ടനായിരുന്നു അതിന്റെ അല്ലെ അച്ഛൻ എന്ന കഥാപാത്രം ചെയ്തത്. അതിൽ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ മനസ്സിലൊക്കെ വൈദികന് ഒരു ഇമേജ് ഉണ്ട്.
വൈദികൻ അവിടെ പോകത്തില്ല. അല്ലെ ഡാൻസും പാട്ടും ഉള്ളിടത്ത് അവിടെ അച്ഛന്മാർ പോകത്തില്ല. അല്ലെങ്കിൽ എന്നായിരുന്നു ബാറിൽ കയറത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ അവിടെ പോകത്തില്ല. നമുക്ക് മനസ്സില്ല ചെറുപ്പം മുതൽ അതെങ്ങനെയാണെന്ന് അറിയില്ല. ആരും പറഞ്ഞു തരാതെ തന്നെ വൈദികൻ ഇത് ചെയ്യില്ല അത് ചെയ്യും. പക്ഷെ വരയൻ എന്ന മൂവി കണ്ടപ്പോൾ എക്സ്പെഷ്യൽ ആ പാട്ടിലൊക്കെ അതിൽ സിജു ചേട്ടൻ അച്ഛൻ കഥാപാത്രം ചെയ്ത സിജു ചേട്ടൻ കള്ളുഷാപ്പിൽ കയറുന്നുണ്ട്, ചീട്ട് കളിക്കുന്നുണ്ട്, കുട്ടികളായിട്ട് ഫുട്ബോൾ. അപ്പം കുട്ടികൾ ചോദിക്കുന്നുണ്ട് അതിന് അച്ഛന് ഫുട്ബോളൊക്കെ അറിയോ? അപ്പം അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അച്ഛന്മാർ ഇത് ചെയ്യില്ല അത് ചെയ്യില്ല. ഇപ്പം എങ്ങാനും അച്ഛന്മാർ അങ്ങനെയൊക്കെ ചെയ്യണ കണ്ടാൽ നമുക്ക് ആ അച്ഛന്മാരോട് ഭയങ്കര ഒരു നെഗറ്റീവ് തോന്നും. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എടുക്കാൻ കാരണം? അത് ശരിക്കും നമ്മൾ ഒരു സ്പിരിച്വാലിറ്റി നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് പേരെ പാപികളായിട്ട് പരിഗണിച്ചിട്ട് അവരിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്ന ഒരാളാണ് സ്പിരിച്വൽ എന്നുള്ളത്. അത് ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് വരാം. അതായത് നമ്മളിവിടെ കാണുന്നത് ചീട്ടുകളി സ്ഥലത്ത് പോയിട്ട് ചീട്ടുകളി ക്കുന്ന അച്ഛനെയാണ്. പക്ഷെ അത് കഴിയുമ്പം അച്ഛൻ അവിടെ ഒരു പടം വരച്ചിടുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, രാത്രിയാകുമ്പം വൈകിട്ട് കൈ നിറച്ച് കാശുമായിട്ട് പോകണം, കാശില്ലാതെ പോകുന്ന ആളാണ് ഈ ജോക്കർ, നിന്റെ കുടുംബം കളഞ്ഞുകൊണ്ടുള്ള പരിപാടിയല്ലത്. അച്ഛൻ ആ ചീട്ടുകളിയിലിടയിലൂടെ അവരടുത്തൊരു കൃത്യം ഒരു വര വരച്ചിട്ടാ പോകുന്നു. കള്ള് ഷാപ്പിൽ ചെന്ന് അച്ഛൻ പെട്ടുപോവുകയാണ്. അവിടെ ചെന്നൊരു വില്ലനെ കണ്ട് പേടിച്ച് ചെല്ലുന്നതാണ്. അപ്പൊ അവിടെ അച്ഛനെ കുടിക്കാൻ നിർമ്മിക്കുമ്പോൾ അച്ഛൻ മണത്തിട്ട് പറയാണ് ഇത് കലക്കാണ്, നല്ല ഒറിജിനൽ കള്ള് ഇവിടെ നിന്ന്. എന്നിട്ട് ആൾക്കാർ നല്ല ഒറിജിനൽ കള്ള് കുടിക്കുന്നു. ഇത് പള്ളിയിലെ പ്രസംഗമല്ല, ഈ കുടിക്കുന്നവരുടെ അടുത്തുള്ള ഉപദേശമാണ്. എന്തായാലും കുടിക്കുന്നത് നല്ലത് കുടിക്കും. എന്നിട്ട് പിന്നീട് നമ്മൾ കാണുമ്പം അച്ഛൻ എപ്പോഴും കള്ള് ഷാപ്പിൽ വരുന്നതും അച്ഛൻ എപ്പോഴും ചീട്ടുകളി സ്ഥലത്ത് വന്ന് ഇവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതല്ല, മറിച്ച് ഈ അച്ഛനെ ഇഷ്ടപ്പെട്ടിട്ട് ഇവരെല്ലാം പള്ളിയിലോട്ട് ചെല്ലുന്നതാണ് കാണുന്നത്. ഇപ്പം ഈ വരയനിൽ നോക്കുമ്പോഴത്തേനും ഒരു പ്രണയ സോങ് ഉണ്ട്, അച്ഛനോട് ചെറുതായിട്ട് ഇഷ്ടം തോന്നുന്നു ഒരു ഇടവക ഇതില്ല. അപ്പം അതിൽ ഇങ്ങനെ പലരും പല രീതിയിലും ചിന്തിക്കുക, അച്ഛന്മാർക്ക് വികാരം പാടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ അച്ഛൻ്റെ ലോഹം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതും പാടില്ല. അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരാണോ ശരിക്കും ഈ വൈദികരായിരിക്കുന്നത്? അല്ല, ഇത് പ്രണയം എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഉള്ളത്. ആ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് പ്രണയത്തെ അതൊരു സ്വാഭാവികമായ കാര്യമാണ്, ഇല്ലേ? പ്രകൃതി സഹജമായ ഒരു കാര്യമാണ് ആ പ്രണയം. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരാൾ വൈദികനാകാനാണെങ്കിൽ അതങ്ങനെയുള്ള ആർക്കും വൈദികനാകാം. അങ്ങനെയല്ല, പ്രണയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതെല്ലാവർക്കും അറിയാം പ്രണയം ഉണ്ടെന്ന്, അവരെക്കുറിച്ച് അവർക്കറിയാം. പക്ഷേ എവിടെയാണ് നമ്മൾ പ്രണയിക്കേണ്ടതെന്നൊരു കൃത്യമായ ഒരു ധാരണ കിട്ടിയ ഒരാളാണ് വൈദികനാകുന്നത്. ഒരു പ്രണയം ഈ രണ്ടും, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയിക്കുമ്പോഴും എല്ലാരെയും പോയി പ്രണയിക്കുകയല്ലല്ലോ, എവിടെയാണ് പ്രണയിക്കേണ്ടതെന്ന് കണ്ടെത്തുമ്പോഴാണ് പ്രണയം ഉണ്ടാകുന്നത്, അല്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, ആ ദൈവത്തിലോട്ടൊരു പ്രണയം പോയാലോ? സകലതിനേക്കാൾ കൂടുതലായിട്ട് ഈ ക്രിസ്തുവിനോടൊരു പ്രണയം തോന്നുന്നു, ഈ ആശയങ്ങളോട് ഇഷ്ടപ്പെടുന്നു. ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്കോടും മാത്രം തോന്നുന്നതല്ല പ്രണയം, വേറെ എന്തിനോടോ തോന്നുന്നൊരു പാഷൻ. ആ പ്രണയത്തിന് ചുവട്ടിലേ ഉള്ളു ബാക്കിയൊക്കെ, പ്രണയമില്ലാത്തതല്ല. ഏറ്റവും മുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന പ്രണയം എന്തെന്നുള്ളതാണ്. ഇനി ആ സിനിമയുടെ പശ്ചാത്തലത്തിലൂടെ പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് അച്ഛനോട് വല്ലാത്ത പ്രണയം തോന്നുന്നതാണ്. അച്ഛനും ഇങ്ങനെ ഒരു അടുപ്പത്തിലൂടെ പോകുന്നു, ഒരു പ്രണയമൊന്നും പറയുന്നില്ല. ഒടുവിൽ ഈ പെണ്ണ് പ്രണയത്തോടുകൂടെ വന്യമായ പ്രണയത്തോടെ കയറി വരുമ്പം അച്ഛൻ പറയുന്നത്, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു, കൊച്ചിലെ മരിച്ചുപോയ കാര്യമാണ്, അവക്കും നിന്റെ പേരായിരുന്നു എന്ന് പറയുന്ന. പക്ഷെ ഇതിന് ഈ പ്രണയത്തെ എങ്ങനെ അച്ഛൻ അതിജീവിക്കാൻ പറ്റിയെന്ന് ചിന്തിച്ചാൽ, അച്ഛൻ ഒരുപക്ഷെ പ്രണയം പറയുന്നൊരു വില്ലൻ്റെ അടുത്ത്, ആ വില്ലനോടുള്ള പ്രണയമല്ല പറയുന്നത്, ഒരു വില്ലൻ കത്തിയുമായിട്ട് കുത്താനായിട്ട് നിൽക്കുമ്പോൾ പറയുന്നതാ. ഇതിന് മുമ്പത്തെ അച്ഛനെ കുത്തിയ വില്ലനാ, കത്തിയായിട്ട് നിൽക്കുമ്പം അച്ഛൻ ഈ നമ്മുടെ നായകൻ പറയുന്ന, വർക്കി നീ തോറ്റു, കാരണം എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാനത് പണ്ടേ കളഞ്ഞതാ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കളഞ്ഞ ഒരാൾ. പ്രണയം എന്ന് പറഞ്ഞാൽ പ്രാണൻ കളഞ്ഞുള്ള സ്നേഹമാണ്. നമ്മളീ പറയുന്ന പ്രണയത്തിലൊന്നും ആരും പ്രാണനൊന്നും കളയത്തില്ല, പ്രാണൻ എടുക്കാൻ നോക്കുന്നതാണ്. പ്രണയം പ്രാണൻ കളഞ്ഞതാ. ക്രിസ്തുവിന് വേണ്ടി പ്രാണൻ കളഞ്ഞാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ പ്രണയം അവിടെ കിടക്കുകയാണ്. ഇനി പെൺകുട്ടികളോടൊക്കെ തോന്നാം പ്രണയം, പക്ഷേ അതൊന്നും അതിന് മീതെ പോയില്ല. ആ കൃത്യമായ ഇടത്ത് പ്രണയം എത്തിയില്ലെങ്കിൽ എല്ലാ പ്രണയത്തിലും മനുഷ്യൻ വീണു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വൈദികർക്ക് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവരുടെ പ്രണയത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയും ബേസും കിടക്കുന്നതും അവർക്ക് ക്രിസ്തുവിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പാഷനുണ്ട്. അതുകൊണ്ടാണ് അവർ വൈദികരായത്. ബാക്കിയുള്ളതെല്ലാം
അതിന് ചുവട്ടിൽ നിൽക്കുന്നു. അതൊന്നും അവരെ വീഴ്ത്തിക്കളയുന്നില്ല, അതിൽ മുങ്ങിപ്പോകുന്നില്ല. അത്രേ ഉള്ളൂ. എന്തിനാ കുമ്പസാരിക്കണേ? വൈദികരോട് എന്തിനാ കുമ്പസാരിക്കണേ? നമുക്ക് ഡയറക്റ്റ് ദൈവത്തിനോട് പറഞ്ഞാൽ പോരെ. വൈദികരും മനുഷ്യരാണല്ലോ. അവരിങ്ങനെ പാവമോചനം തന്ന പാവം ഇല്ലാണ്ടാവുകയാണോ? അങ്ങനെ ചോദിക്കുന്ന പലരും ഉണ്ട്. കുമ്പസാരം എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ഡയറക്റ്റ് പറഞ്ഞാൽ പോരെന്ന്? അതിനോട് എങ്ങനെയാ അച്ഛൻ യോജിക്കുന്നത്? ഒന്നതിനെ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ തന്നെ മനസ്സിലാകണം. വിശ്വാസികൾ എന്തുകൊണ്ട് കുമ്പസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, വൈദികന് പാപം മോചിക്കാനുള്ള ഒരു അധികാരം യേശുക്രിസ്തുവിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് വിശ്വാസിക്ക് അതിനകത്ത് പ്രശ്നമില്ല. പിന്നെ അതിനെ നമ്മൾ താത്വികമായിട്ട് ചിന്തിച്ചാൽ, ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, ഒരു മനുഷ്യൻ്റെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഇച്ചിരി നിന്ന് താത്വികമായിട്ട് തന്നെ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ഒരു ഐഡിയൽ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രാക്ടിക്കൽ ട്രൂത്ത് എന്ന് പറയുന്ന കാര്യമുണ്ട്. ഐഡിയൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ട് പറയുമ്പോൾ ശരിയാണ്, ദൈവത്തോട് പറഞ്ഞാൽ പോരെ. പക്ഷേ പലതിനും പ്രായോഗിക തലത്തിൽ വേറൊരു മാർഗം നമ്മൾ അവലംബിക്കേണ്ടി വരും. ഈ ദൈവത്തോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നതല്ലാതെ ഈ ചോദിക്കുന്നവരും പറയുന്നവരും ഒന്നും ദൈവത്തോട് ചോദിക്കാനും പറയാനും ആത്മീയമായി വളർന്നിട്ടില്ല. അവർക്ക് അതിൻ്റെ ആശ്വാസവും അനുഭവവും കിട്ടുന്നത് കണ്ണിൽ കാണാവുന്ന, കൈകൊണ്ട് തൊടാവുന്ന, സ്വരം കേൾക്കാവുന്ന ഒരു മീഡിയേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോഴാണ് അതിൻ്റെ ആശ്വാസം ലഭിക്കുന്നത്. അതൊരു അനുഭവമായി മാറുന്നത്. അതൊരു അനുഭവമായി മാറണം. ഇത് നമ്മുടെ ജീവിതത്തിന് ഗുണകരമാകണമെങ്കിൽ അതുകൊണ്ടൊരു വൈദികൻ്റെ ആവശ്യം ഉണ്ടാകും. താത്വികമായി പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ താത്വികമായി പറയാൻ മാത്രമേ പറ്റൂ. നമ്മൾ ഈ ലോകത്തെല്ലാം ചെയ്യുന്നത് മീഡിയേറ്റേഴ്സിലൂടെ അല്ലേ. ഇപ്പം ആരും ചോദിക്കാത്തത് എന്താ, നേരിട്ടങ്ങ് പഠിച്ചുകൂടെ? ഒരു അധ്യാപകൻ്റെ ആവശ്യമുണ്ടോ? നേരിട്ടും പഠിക്കാം, വീട്ടിൽ ഇരുന്നും വേണേൽ പഠിക്കാം. അങ്ങനെ കുറേ കാലം കൊണ്ട് കുറേശ്ശെയൊക്കെ പഠിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഒരു അധ്യാപകൻ്റെ ആവശ്യമുണ്ടല്ലോ, ഒരു മീഡിയേറ്റർ. ജ്ഞാനത്തിനൊരു മീഡിയേറ്റർ ഉണ്ട്. അതുപോലെ പാപമോചനത്തിനും ജ്ഞാനത്തിനും പള്ളിയിലൊരു മീഡിയേറ്റർ ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു മരുഭൂമിയിൽ അകപ്പെട്ട ആളാണെങ്കിൽ ഈ മരുഭൂമിക്കൂടെ ഇതിലേക്കൂടെ നടന്ന് അങ്ങ് എത്തുമ്പോൾ ഒരു പുഴയുണ്ടെന്ന് നമ്മൾ അറിയാമെങ്കിൽ ആ പുഴയിലോട്ട് പോകാൻ നമുക്ക് വഴിയറിയത്തില്ല. പക്ഷെ അവിടെ ഒരു തൂണ് നിൽപ്പുണ്ട്. ആ തൂണിൻ്റെ അടുത്ത് ചെന്നാൽ അവിടുന്ന് നേരെ റൈറ്റ് അങ്ങ് നടന്ന് ആ പുഴയിലെത്തും. അതാണ് ആ ഇൻ്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പക്ഷേ ഈ മരുഭൂമിയിൽ ഈ തൂണൊന്നും ഇല്ലെങ്കിലും നടന്നു പോകാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ വേണ്ട. പക്ഷെ അങ്ങനെ ഒരാളുണ്ടോ? എല്ലാവർക്കും എല്ലാ കാര്യത്തിനും ഒരു മീഡിയേഷൻ ഉണ്ട്, അല്ലേ? ലോകത്ത് എന്ത് ചെയ്യാനാണെങ്കിലും ഉണ്ട്. അപ്പൊ ഈ കാണാൻ പറ്റാത്ത, അറിയാൻ പറ്റാത്ത കാര്യങ്ങളിൽ അതിനുവേണ്ടി മാറി നിൽക്കുന്ന വ്യക്തികൾ, ഇപ്പം നമ്മളെ കത്തോലിക്ക സഭയിൽ അച്ഛന്മാരെ കുറിച്ചെന്ന് പറയുമ്പം അവർ രഹസ്യങ്ങൾ, പാപങ്ങൾ കേൾക്കാനും മോചിപ്പിക്കാനും അതിനുവേണ്ടി മാത്രം അവർ മാറി നിൽക്കുക. അവരിതൊന്നും പോയി ആരോടും പങ്കുവയ്ക്കുന്നില്ല, പറയുന്നില്ല. അതിനുവേണ്ടി ജീവിതം മാറ്റി വെച്ചേക്കുന്ന അവരുടെ അടുത്താണ് വന്ന് കുമ്പസാരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് പറയേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതും അല്ല ചോദ്യം. ഒരു ജീവിതം അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരാളോടാണ് കുമ്പസാരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ ദൈവത്തോട് പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ട അനുഭവം നമുക്ക് ലഭിക്കുന്നത് ഒരു പ്രായോഗികമായ മെത്തേഡിലൂടെ കടന്നു പോകുമ്പോഴാണ്. അതിൻ്റെ പ്രായോഗിക തലം, ദൈവത്തോട് നിങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ പ്രായോഗികമായ തലമാണ് ഒരു വൈദികനോട് പാപമേറ്റു പറയുന്ന കുമ്പസാരം. എനിക്ക് തോന്നുന്നു കുമ്പസാരം പലരും തെറ്റായി വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്തെങ്കിലും ഇപ്പോൾ ഒരു എന്തെങ്കിലും പാപം ചെയ്തു എന്ന് വെച്ചാൽ ക്ഷമിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് കിട്ടു, അന്ന് കുമ്പസാരിച്ച ആ പാപം തീർന്നു. പിന്നെ നാളെ അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നു, കുമ്പസാരിച്ചു, അച്ഛൻ പാപമോചനം തന്നു, ആ പാപം തീർന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനതയുണ്ട്. അങ്ങനെ ശരിക്കും അങ്ങനെ ഇപ്പം നമ്മളൊരു തെറ്റ് ആവർത്തിച്ചു, കുമ്പസാരിച്ചു, അത് തീർന്നു, ഓക്കെ. ആ തെറ്റ് തന്നെ നാളെയും ചെയ്ത് വീണ്ടും വൈകിട്ട് കുമ്പസാരിക്കുക, ആ പാപമോചനം, അത് കറക്റ്റ് ആണോ? കൂടുതൽ ആൾക്കാരും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. കാരണം കുമ്പസാരത്തെ നമ്മൾ കാണേണ്ടത് നമ്മുടെ മനസാക്ഷി കുത്ത്, അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ നവീകരണത്തിനാണ്. പക്ഷെ പലരും കുമ്പസാരം ഇപ്പോൾ ഒരു കുമ്പസാരം ഉള്ളത് നല്ലതായി, കാരണം നമുക്ക് ധൈര്യമായിട്ട് അല്ല വെള്ളവടി നിർത്താനായിട്ട് ധ്യാനത്തിന് പോകുന്നതിന് മുമ്പ് എന്തായാലും വെള്ളമടി നിർത്തിയല്ലേ എന്ന് കരുതി ഷാപ്പിൽ കയറി അടിച്ച് വീഴുന്നത് പോലെ എന്തായാലും കുമ്പസാരം ഉണ്ടല്ലോ. അങ്ങനെ പാപം ചെയ്യാനുള്ളൊരു ലൈസൻസ് ആയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ പാപകരമായ ജീവിതത്തിൽ ഒരു ബ്രേക്ക് തരുന്ന സ്ഥലമാണ് കുമ്പസാരം. അവിടെ നിന്നൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ദാഹത്തിലേക്കാണ് മാറേണ്ടത്. അത് കൃത്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അത് നമ്മൾ മനസ്സിലാക്കണം.
അപ്പം ജീവിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാലും വീണു പോകുമ്പോൾ ആ വീഴ്ചയിൽ കിടന്ന് നിരാശപ്പെടാതെ വീണ്ടും കയറാനുള്ള ഒരു സ്ഥലമായിട്ട് കാണണം. അപ്പം കൊമ്പസാരത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്ന സ്ഥലം മാത്രമല്ല, ഇത് കഴിഞ്ഞ് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ. നമ്മൾ പറയുന്നത് ചെയ്ത കാര്യമായിരിക്കാം, പക്ഷെ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയോടുകൂടിയാണ് നമ്മൾ കുമ്പസാരത്തിൽ പങ്കെടുക്കുന്നത്. അല്ല ചേട്ടന്മാർ വന്ന് കുമ്പസാരിക്കുന്നു, കുടിക്കാറുണ്ട്, പക്ഷെ ഇപ്പം നോമ്പായിട്ട് കുടി നിർത്തിയേക്കുക. അപ്പോഴോ ഈസ്റ്ററിന് കുടിയില്ലേ? ഈസ്റ്ററിന് കുടിക്കും, അതിനുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഈസ്റ്ററിന് അടിക്കാനുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, പിന്നെ വെച്ചോട്ട് വന്ന് മദ്യപാനത്തെക്കുറിച്ച് കുമ്പസാരിച്ചിട്ട് എന്താ കാര്യം? അത് നമ്മുടെ മനസാക്ഷിയെ, അല്ലെങ്കിൽ ഭാര്യയെ അവിടെ വളരെ മോശമായിട്ട് പറഞ്ഞ് അവളുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞ് അങ്ങ് അധിക്ഷേപിച്ചെന്നും പറഞ്ഞ് കുമ്പസാരിക്കുന്ന ഒരാൾ കുമ്പസാരിച്ചപ്പോൾ അയാൾക്ക് ആശ്വാസം കിട്ടി, ഭാര്യയ്ക്ക് ഇപ്പോഴും ആശ്വാസം കിട്ടിയിട്ടില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ തെറി പറയും, വന്ന് കുമ്പസാരിക്കും, ഭാര്യ തെറി പറയും, കുമ്പസാരിക്കും. തെറി പറഞ്ഞ് ആവശ്യത്തിൽ കൂടുതൽ പറഞ്ഞു കഴിയുമ്പം നമുക്കൊരു മനസ്സ് പിന്നെ ശാന്തമായി പിന്നെയും പോയി തെറി പറയും. അപ്പം ഈ കുമ്പസാരം കൊണ്ട് ഇയാൾക്ക് മാത്രമല്ല, ഇയാളുടെ ഭാര്യയ്ക്ക് ഗുണമുണ്ടാകണം, ഇയാളുടെ സ്വഭാവം മാറണം. അല്ലാതെ ഇയാളുടെ മനസാക്ഷി കുത്ത് മാറിയിട്ട് എന്താ കാര്യം? ഭാര്യയുടെ സങ്കടം മാറണ്ടേ? അപ്പോൾ കുമ്പസാരം അതിനെ ഒരു പുതിയ നല്ലൊരു ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റമായിട്ട് കാണണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ലതിന് വേണ്ടി ഉദ്ദേശിച്ച കാര്യം മോശം ആയി മാറും, ഗുണം ചെയ്യുന്നതിന് പകരം ദോഷം ചെയ്യും. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഒരു പയ്യൻ ഒരു സാധനം മോട്ടിച്ചോണ്ട് ഓടി, ആൾക്കാർ പുറകെ ഓടിയപ്പോൾ ഒരു വളവ് തിരിഞ്ഞൊരു വീട്ടിൽ കയറി. അത് ക്രിസ്ത്യാനിയുടെ വീടല്ല. അവിടെ പറഞ്ഞു, ചേട്ടാ ഇത് പിടിക്കട്ടെ, ഞാൻ പിന്നെ എടുത്തോളാന്നും പറഞ്ഞ് ഓടി. അയാൾ പെട്ടെന്ന് കയറി കൈ പിടിച്ച്, നീ സാധനം എടുത്തോണ്ടു, നീ ഈ മോഷണം നടത്തിയിട്ട് പള്ളിയിൽ പോയി കുമ്പസാരിച്ചങ്ങ് തീർക്കും, ഞാൻ ഈ പാവം എവിടെ കൊണ്ടുപോയി കളയും. കുമ്പസാരത്തിനൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചില മനുഷ്യർ ജാഗ്രതയോടെ ജീവിക്കുന്നു. കുമ്പസാരം ഉള്ളത് കൊണ്ട് നമുക്ക് ജാഗ്രതയില്ലാതെ ജീവിക്കാമെന്ന് കരുതിയാൽ ഇത് വലിയ മോശമായില്ലേ? കുമ്പസാരം ജാഗ്രതയോടെ നിങ്ങൾ ജീവിച്ചിട്ടും വീണുപോയെങ്കിൽ ആ നിരാശയുടെ പടുകുഴിയിൽ കിടക്കാതെ, സാരമില്ല, കമോൺ, ഇനിയും നിനക്ക് അവസരമുണ്ട്, ഇതുവരെ ഉള്ളതെല്ലാം ദൈവം ക്ഷമിച്ചു എന്ന് പറയുന്ന അനുഭവം കിട്ടിക്കൊണ്ട് സന്തോഷത്തോടെ വീണ്ടും വളരെ നടന്ന് വന്നവന് പറന്നുയരാനുള്ള കൃപയാണത്. അങ്ങനെ അതിനെ കാണും. അച്ഛൻ്റെ നോട് ഞാൻ ചോദിക്കാം, അച്ഛൻ്റെ മനസ്സിൽ നിന്നുള്ള ഒരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ജീസസ് അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്, വിളിച്ചപേക്ഷിക്കുന്നതാണ്. അച്ഛൻ്റെ മനസ്സിൽ ജീസസ് എന്ന് അച്ഛൻ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഞങ്ങൾ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാമോ? യേശു ക്രിസ്തു എന്ന പലരും പല രീതിയിലായിരിക്കും യേശുവിനെ അപ്രോച്ച് ചെയ്യുന്നത്, കാണുന്നത്, പ്രാർത്ഥിക്കുന്നതെല്ലാം. അപ്പം അച്ഛൻ്റെ മനസ്സിൽ യേശു ക്രിസ്തു എന്ന ഒരു പേര് കേൾക്കുമ്പോൾ വരുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഈശോ എന്ന് പറയുമ്പം നമുക്കൊരു സ്നേഹത്തിൻ്റെ ഒരു ഓർമ്മയാണ്. ഓർമ്മയെന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല എന്നുള്ളതല്ല, സ്നേഹത്തോടെ നമ്മൾ ഓർമ്മിക്കേണ്ട, നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം മുതൽ പറഞ്ഞ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹിക്കാനും ക്ഷമിക്കാനും അല്ലേ, ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ചിലപ്പോൾ നമ്മളതൊക്കെ മറന്നു പോകും, പക്ഷെ എങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെ ഓർമ്മിച്ച് ആ യേശുവിൽ ജീവിക്കുക എന്നുള്ളതാണ് യേശു എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ യേശുവിൻ്റെ പേരിൽ നമുക്ക് പ്രസംഗിക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ യേശു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഉള്ളിലുള്ള യേശുവിൻ്റെ ഉള്ളിൽ ആയിരിക്കണം, ആ യേശുവിനെ അനുഭവിച്ചറിയണം, ആ സ്നേഹം അനുഭവിക്കണം, ആ ആനന്ദം അനുഭവിക്കണം, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട്, അതാണ് യേശു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന കാര്യങ്ങൾ അതാണ്. ആ യേശു എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ആ യേശുവിൻ്റെ ഉള്ളിൽ എത്രത്തോളം എനിക്കാകാൻ പറ്റും. എന്നിട്ട് ഞാൻ പതുക്കെ അങ്ങ് മറഞ്ഞിട്ട് ഈശോ ഇങ്ങനെ പുറത്ത് വന്നാൽ എത്ര നല്ലതായിരുന്നു, അതാണ് ചിന്തിക്കുന്നത്. ഞാനിങ്ങനെ പുറത്ത് കറങ്ങി നടക്കാതെ ഞാനൊന്ന് അകത്തോട്ടിരുന്ന എൻ്റെ മുഖഭാവത്തിലും എൻ്റെ ലക്ഷണത്തിലും ഈശോ കറങ്ങി നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊരു ആഗ്രഹവും ദാഹവുമാണ് യേശു എന്ന പേര് എനിക്ക്
മനസ്സിൽ കൊണ്ടുതരുന്നത്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അച്ഛന്റെ നാട് എവിടെയാണ്? അച്ഛന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഞങ്ങളുടെ പ്രഷർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അച്ഛന്റെ നാട് എൻ്റെ എവിടെയാണ്? വീട് കൊല്ലമാണ്. കൊല്ലാണോ? ഓക്കെ. പപ്പ മരിച്ചുപോയി കുറച്ച് വർഷങ്ങളായി. ഓക്കെ. അമ്മച്ചിയുണ്ട്. പിന്നെ ഓക്കെ. ചേട്ടനും അനിയനും ഓക്കെ. അവരൊക്കെ വിവാഹം കഴിച്ചു. അവിടെയൊക്കെ തന്നെയുണ്ട്. ഓക്കെ. ഞാൻ 3 ആൺമക്കളാണ് ആണ്. നിങ്ങള്. ഓക്കെ. ഞാൻ നടുക്കത്തെയാണ്. നടുക്കത്തെയാണ്. ഞാനാണ് ഇങ്ങനെ സെമിനാരിലോട്ട് പോരുന്ന് ആഹാ. വേറൊരു റൂട്ടിൽ കൂടെ ആഹാ. അങ്ങനെ സഞ്ചരിച്ചു. ബ്രദേഴ്സ് ഒക്കെ എന്ത് ചെയ്യാണ് അച്ഛന്റെ? ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ. പിന്നെ അനിയൻ അത്യാവശ്യം ഇലക്ട്രിക് പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെ അമ്മച്ചി ഇപ്പൊ കൊല്ലത്താണ് അല്ലേ? കൊല്ലത്താണ്. ഇപ്പൊ പ്രസന്റ്ലി അച്ഛൻ എവിടെയാണ് ഇപ്പം? ഞാൻ ആലപ്പുഴ ആശ്രമത്തിലാണ്. ആലപ്പുഴ ആശ്രമത്തിലാണ്. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം. ഇപ്പം നിങ്ങളെപ്പോലുള്ള അച്ഛന്മാരുടെ വസ്ത്രം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഈ കപ്പൂച്ചിൻ അച്ഛന്മാർക്ക് വരാൻ കാരണം എന്ന് പ്രേക്ഷകർക്ക് എന്ന് വെച്ചാൽ ഇതറിയാത്ത കുറേ പേരുണ്ടാവും. അതെ, നമ്മുടെ അതെ. കാണുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയൻസസ് ആയിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഒന്നാമത് ഒരു ഫ്രാൻസിസ് അസീസിയുടെ സമയത്ത് ഒരു പരിത്യാഗത്തിന്റെ വസ്ത്രമായിട്ടാണ് അദ്ദേഹം ധരിച്ചത്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഉം. അദ്ദേഹം നല്ല വസ്ത്രങ്ങൾ ധരിച്ച, ശരിക്കും പറഞ്ഞാൽ ഒരു തുണിക്കച്ചവടക്കാരൻ്റെ ഉം. വലിയൊരു ടെക്സ്റ്റൈൽ വ്യാപാരിയുടെ മകനായിരുന്നു ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസി. ആ കമ്പിളി വസ്ത്രങ്ങളൊക്കെ, അന്നത്തെ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുന്ന. പക്ഷേ ഇദ്ദേഹത്തിന് പാവപ്പെട്ടവരോട് വലിയ സ്നേഹം തോന്നുന്നു. ക്രിസ്തുവിനായിട്ട് വല്ലാതെ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ഈ പീറ്റർ ബെർണദോൻ എന്ന് പറയുന്ന അപ്പൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പുള്ളി ജീവിച്ചു തുടങ്ങിയപ്പം അപ്പൻ ഇദ്ദേഹത്തെ പിടിച്ച് ബിഷപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന. അപ്പം അന്നേരം ബിഷപ്പ് ഭയങ്കര, അന്നേരം ഈ ശരിതെറ്റുകളൊക്കെ പറയേണ്ടത് ബിഷപ്പാണ്. അപ്പം ഇങ്ങനെ നിർത്തിയിട്ട് പറയാണ്, ഇവൻ എൻ്റെ മകനാണ്, ഞാനും എൻ്റെ അപ്പനാണ്, പക്ഷേ ഇവൻ എന്നെ ധിക്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രാൻസിസ് എന്തോ ഇങ്ങനെ ആലോചനയിൽ മുഴുകി നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഭയങ്കര വലിയ കാശുകാരുടെ ആഡംബര വസ്ത്രങ്ങളാണ്. പറഞ്ഞ് അവസാനം ഈ അപ്പം പറഞ്ഞു, കണ്ടു ഇവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡ്രമാറ്റിക്കായിട്ട് ഫ്രാൻസിസ് എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നത്, കാലങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കൃത്യമായൊരു റെവലേഷൻ കിട്ടിയ പോലെ അദ്ദേഹം ചെയ്തത് ഉടുത്തിരുന്ന വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞ് അപ്പൻ്റെ കാൽക്കൽ വെച്ച്, എന്നിട്ട് നഗ്നനായിട്ട് നിന്നിട്ട് പറയാണ്, ഈ ഭൂമിയിൽ എനിക്കിനി പിതാവില്ല, എനിക്കിനി ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ് ദൈവം എൻ്റെ അപ്പനാണെന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ ഇറങ്ങിപ്പോകുമ്പം ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ തിളങ്ങുന്ന വസ്ത്രം എടുത്ത് ഇദ്ദേഹത്തിന് ചുറ്റിയെന്നാണ് പറയുന്നത്. ഈ വസ്ത്രമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ആട്ടിടയനെ കണ്ടെന്നും ഈ വസ്ത്രം അങ്ങോട്ട് കൊടുത്തിട്ട് ഈ ആട്ടിടയൻ്റെ ചാക്ക് വസ്ത്രം എടുത്ത് ധരിച്ചു, ഒരു കയറെടുത്ത് നടുക്ക് കെട്ടുകയും ചെയ്തു. അതാണ് ഈ കയറ്. അതിൻ്റെ ബാക്കിയാണ് ഈ കയറ്. അങ്ങനെ തുടങ്ങിയ ഇതാണ് ഈ വസ്ത്രം. അതിപ്പോൾ ഇച്ചിരി ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ ആ ഒരു പാവപ്പെട്ടവൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പോയി. അങ്ങനെയാണ് ഇതൊരു കപ്പൂച്ചിൻ വൈദികരുടെ കോസ്റ്റ്യൂമായിട്ട് മാറിയത്. ഓക്കെ. ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും ഇപ്പൊ അച്ഛന് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു ക്വാളിറ്റി എന്താണ് അച്ഛൻ? ലാളിത്യം. ലാളിത്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എല്ലാവരെയും സഹോദരന്മാർ അല്ലേ, നമ്മളെല്ലാം സഹോദരന്മാരാണ്. ആ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കണ്ട സൂര്യൻ, ബ്രദർ സൺ, സിസ്റ്റർ മൂൺ, ബ്രദർ ട്രീ, സിസ്റ്റർ റിവർ, ഇതെല്ലാം സഹോദരന്മാരാണ്. കാരണം നമ്മളെല്ലാം ഒരപ്പൻ്റെ മക്കളാണ്. ആ അപ്പൻ്റെ മക്കളെല്ലാം ഒരു വലിയ സ്നേഹത്തിൽ ജീവിക്കുന്നു. ആരും ആരേക്കാൾ വലുതല്ല, ചെറുതല്ല. ആ ഒരു ലാളിത്യത്തിൻ്റെ അന്ന് ഉരുത്തിരിയുന്ന സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അച്ഛൻ്റെ ഈ തിരക്കിൽ. എനിക്കറിയാം ക്രിസ്മസ് അടുക്കുന്തോറും നിങ്ങൾക്ക് എല്ലാ വൈദികർക്കും ഒരുപാട് ധ്യാനങ്ങളല്ലേ, ഞങ്ങളെ ഒരുക്കേണ്ടത് നിങ്ങളാണ്. ക്രിസ്മസിൻ്റെ ദിവസങ്ങൾ അടുക്കുന്തോറും ഓരോരുത്തരെ രൂപീകരിക്കുക അല്ലേ, മാനസികമായും ശാരീരികമായും എല്ലാവരെയും ദൈവത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വേണം ഡിസംബർ 25 വരെ എത്തിക്കാൻ വേണ്ടി ഉള്ളൊരു വലിയൊരു കടമയിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമയം കണ്ടെത്തിന് ഒരുപാട് നന്ദി. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഒരു ക്രിസ്മസ് മെസ്സേജ് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അച്ഛൻ്റെ ഭാഗത്ത് നിന്ന്. ഞാൻ നന്ദി പറയുന്നു. കാരണം നല്ല ഒരു സമയമായിരുന്നു ചോദ്യം ഉത്തരവും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ക്രിസ്മസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പറയാം. അതായത് വിശ്വാസികളും നിരീശ്വരവാദികളും ഒരുമിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് നിരീശ്വരവാദികൾ പറയുന്നു ദൈവമില്ല, വിശ്വാസികൾ പറയുന്നു ദൈവം ഉണ്ട്, പക്ഷെ എവിടെയോ ഉണ്ട്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇതിനെ രണ്ടിനെയും ബ്രേക്ക് ചെയ്യുന്നത് ക്രിസ്മസ് ആണ്. ദൈവം നമ്മോടുകൂടെ. എവിടെയോ അകലെയാണ്, എവിടെയോ ദൂരെയാണെന്ന് കരുതിയിരുന്ന ദൈവം ഒരു പുൽക്കൂട്ടിൽ പിറന്നിരിക്കുന്നു. ആട്ടിടയന്മാർ ഓടി വന്ന് എടുത്തപ്പം ഇതുപോലൊരു കുഞ്ഞ് അവരുടെ വീട്ടിലുമുണ്ട്. ദൈവം കുഞ്ഞായിട്ട് നിങ്ങളുടെ കയ്യിൽ. ഇനി ദൈവം എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ മാത്രമുള്ള ഒരാളല്ല.
ഒരു കുഞ്ഞായി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ വളരുന്നതിനൊപ്പം നിങ്ങളുടെ ഉള്ളിലെ ദൈവവും വളരും. അതായിരിക്കട്ടെ നമ്മുടെ ക്രിസ്മസ് സന്ദേശം. നിങ്ങൾക്ക് എത്ര വയസ്സായി, നിങ്ങൾ എത്രമാത്രം പഠിച്ചു, നിങ്ങൾക്ക് എത്രമാത്രം സാമ്പത്തികമായി ഉയർന്നു, ഇതൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുമ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. ആ ദൈവത്തിന് എത്ര വയസ്സായി, വളർന്നു, എത്രത്തോളം ആ ദൈവ ചൈതന്യം വളർന്നു? ദൈവം നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഉള്ളിൽ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. അപ്പോൾ ഫാദറിനും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രേക്ഷകരുടെയും ഞങ്ങളുടെ ഈ ചാനലിലുള്ള എല്ലാവരുടെ ഭാഗത്തു നിന്നും മേരി ക്രിസ്മസ്. ഇനി 2026 ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ അച്ഛന് ചെയ്യാൻ സാധിക്കട്ടെ. അച്ഛൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു താങ്ക് യു സോ മച്ച്.